പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ, കെം ടോക്ക് യൂട്യൂബ് ചാനലിലെ ഇംപ്രൂവ്മെൻ്റ് എക്സാമിനേഷൻ സ്പെഷ്യൽ ക്ലാസ്സിലെ 8ാം എപ്പിസോഡിലേക്ക് ഏവർക്കും ഹൃദയപൂർവ്വം സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ എന്ന 5ാമത്തെ ചാപ്റ്ററാണ്. സ്റ്റേറ്റ്സ് ഓഫ് മാറ്ററിൽ നമുക്കറിയാം ഗ്യാസ് ലോസ് ആണ് പ്രധാനമായി വരാറ്, വാതക നിയമങ്ങൾ. അതിലേറ്റവും പ്രധാനപ്പെട്ട വാതക നിയമമാണ് ബോയിൽസ് ലോ. ബോയിൽസ് ലോ നമ്മളൊക്കെ പഠിച്ചിട്ടുണ്ട്. പ്രഷറും വോള്യവും തമ്മിലുള്ള റിലേഷനാണ് ബോയിൽസ് ലോയിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. പ്രഷർ ഓഫ് ഗ്യാസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു വോള്യം എന്നാണ് അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ അല്ലേ? അതായത് വാതകത്തിൻ്റെ മർദ്ദം അതിൻ്റെ വ്യാപ്തത്തിന് വിപരീത അനുപാതത്തിലാണ് എന്നാണ് ബോയിൽസ് ലോയുടെ സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ, അതിൻ്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ നമുക്കൊന്ന് നോക്കാം. സ്ക്രീനിലേക്ക് നോക്കൂ. പ്രഷറും വോള്യവും എടുത്തുകൊണ്ട് നമ്മളൊരു ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ അത് പരാബോളിക്കായിട്ട് ആണ് വരുന്നത്. പ്രഷർ കൊടുത്തിടത്ത് വോള്യവും വോള്യം കൊടുത്തിടത്ത് പ്രഷറും കൊടുത്ത് ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ അതേ പാറ്റേണിലുള്ള ഒരു പാരാബോളിക് ഗ്രാഫ് ലഭിക്കും. ചിത്രത്തിലേക്ക് നോക്കുക. ഇനി പ്രഷർ 1/Vക്ക് എതിരെ പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ ഒരു സ്ട്രെയിറ്റ് ലൈനാണ് കിട്ടുക. അതായത് പ്രഷർ എന്ന് പറയുന്നത് വോള്യത്തിൻ്റെ റെസിപ്രോക്കലിന് നേർ അനുപാതത്തിലാണ് എന്നാണ് അർത്ഥം. നേരത്തെ ചെയ്തതുപോലെ തന്നെ നമ്മൾ ആക്സിസ് ഒന്ന് മാറ്റി 1/V വൈ ആക്സിസിലും പ്രഷർ എക്സ് ആക്സിസിലും കൊടുത്താൽ അതേപോലത്തെ ഒരു ഗ്രാഫ് കിട്ടും. ആ കിട്ടുന്ന സ്ട്രെയിറ്റ് ലൈനിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റായ കെ ആണ്. ഓക്കെ, അടുത്തത് പി വി എഗെയിൻസ്റ്റ് പി കൊടുത്തു കഴിഞ്ഞാൽ ബോയിൽസ് ലോയിൽ പറയുന്നത് പി വി ഈക്വൽ ടു എ കോൺസ്റ്റൻ്റ് എന്നാണ്. അപ്പോൾ പി വി കോൺസ്റ്റൻ്റായി നിൽക്കുന്ന ഒരു ഗ്രാഫ്. പി വിക്കെതിരെ വോള്യം കൊടുത്താലും ഇതേപോലത്തെ ഗ്രാഫ് തന്നെയാണ് ലഭിക്കുക. ഇതാണ് ബോയിൽസ് ലോയുടെ ഗ്രാഫ്. താഴെ തന്നിരിക്കുന്ന ഗ്രാഫിൽ ബോയിൽസ് ലോയെ പ്രതിനിധീകരിക്കുന്നത് ഏത് എന്ന് ചോദിച്ചാൽ ഈ 6 ഗ്രാഫും ബോയിൽസ് ലോയെ പ്രതിനിധീകരിക്കുന്നതാണ് എന്നറിയണം. ഇതിൽ നിന്ന് വ്യത്യസ്തമായി വേറെ ഗ്രാഫ് തന്നാൽ ആ ഗ്രാഫ് ബോയിൽസ് ലോയെ റെപ്രസെൻ്റ് ചെയ്യുന്നതല്ല എന്നും കൂടെ മനസ്സിലാക്കാൻ പഠിക്കുക. ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത ഗ്രാഫിൻ്റെ അതേ പാറ്റേണിലുള്ള ഗ്രാഫ് തന്നെയാണ് ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്. പക്ഷേ അവിടെ ചേഞ്ച് ചെയ്തിരിക്കുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക. ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്തിരിക്കുന്നു. പ്രഷറും വോള്യവും തമ്മിലുള്ള ഗ്രാഫിൽ ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്തു. ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്തപ്പോൾ ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് ആ പാരാബോളിക് ഗ്രാഫ് മുകളിലോട്ട് കയറി വരുന്നു. ഓക്കെ, അപ്പോൾ T1 എന്ന് പറയുന്നത് T2നേക്കാൾ ചെറുതാണ്. T3 എന്ന് പറയുന്നത് T2നേക്കാൾ കൂടുതലാണ്. ആ ഗ്രാഫിന് മുകളിൽ കൊടുത്ത് കണ്ടോ? ഓക്കെ അല്ലേ? അപ്പോൾ ടെമ്പറേച്ചർ കൂടുമ്പോൾ ആ പാരാബോളിക് ഗ്രാഫ് മുകളിലോട്ട് കയറി വരും. ക്ലിയർ? അതേപോലെ മറ്റൊരു ഗ്രാഫ് നോക്കൂ. പ്രഷറും 1/Vക്കെതിരെ നമ്മൾ പ്ലോട്ട് ചെയ്താൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ നേരത്തെ കിട്ടിയിരുന്നല്ലോ. അതേ സ്ട്രെയിറ്റ് ലൈൻ തന്നെയാണ് ഇപ്പോൾ കിട്ടുന്നത്. പക്ഷേ ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് ആ സ്ട്രെയിറ്റ് ലൈൻ വൈ ആക്സിസിലേക്ക് ഇങ്ങനെ ചേർന്ന് വരും. ക്ലിയർ? മനസ്സിലാക്കി വെക്കണം. അതുപോലെ പി വി എഗെയിൻസ്റ്റ് പ്രഷർ വെച്ചുകൊണ്ട് ഗ്രാഫ് വരച്ചപ്പോഴും ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് ആ സ്ട്രെയിറ്റ് ലൈൻ കോൺസ്റ്റൻ്റായി വരുന്ന ആ പ്ലോട്ട് മുകളിലോട്ട് കയറി വരുന്നു. നന്നായി ശ്രദ്ധിക്കുക. T3 ഗ്രേറ്റർ ദാൻ T2, T2 ഗ്രേറ്റർ ദാൻ T1. ക്ലിയർ ആണല്ലോ ഗ്രാഫ്? പിന്നെ ലോഗുമായി ബന്ധപ്പെട്ട് താഴത്ത് 3 ഗ്രാഫുണ്ട്. അതിപ്പം നമുക്ക് ആവശ്യമില്ല. ഈ പരീക്ഷയ്ക്ക് ആവശ്യം എന്നുള്ള നിലക്ക് മുകളിലുള്ള 3 ഗ്രാഫും കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക. അതിൽ ടെമ്പറേച്ചർ കൂടുതൽ വരുന്ന സമയം ഗ്രാഫിന് എന്ത് സംഭവിക്കുന്നു എന്നും കൂടെ മനസ്സിലാക്കി വെക്കുക. ഓക്കെ,
അടുത്തത് ചാൾസ് ലോയുടെ ഗ്രാഫാണ്. വിശദീകരണം ഒന്നും ആവശ്യമില്ല, 4 ഗ്രാഫ് അവിടെ കൊടുത്തിട്ടുണ്ട്. വോള്യം എഗെയിൻസ്റ്റ് ടെമ്പറേച്ചർ സ്ട്രെയിറ്റ് ലൈൻ കിട്ടും. ടെമ്പറേച്ചർ എഗെയിൻസ്റ്റ് വോള്യം ദാറ്റ് ഈസ് ആൾസോ സ്ട്രെയിറ്റ് ലൈൻ. V/T കോൺസ്റ്റൻ്റ് ആണ് വരിക ചാൾസ് ലോക്ക്, അതുകൊണ്ട് V/Tക്ക് നേരെ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള അല്ലേ, അതായത് എക്സ് ആക്സിസിന് പാരലായിട്ടുള്ള ഗ്രാഫാണ് കിട്ടുക. 4ാമത്തെ ഗ്രാഫ് അങ്ങനെ തന്നെയാണ്, V/T എഗെയിൻസ്റ്റ് T ആണെന്ന് മാത്രം. V/T കോൺസ്റ്റൻ്റ് ആണ്. വാട്ട് ഈസ് ചാൾസ് ലോ? ചാൾസ് ലോ എന്ന് പറയുന്നത് വോള്യൂം ഓഫ് ഗ്യാസ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ. വാതകത്തിൻ്റെ വ്യാപ്തം അതിൻ്റെ ആബ്സല്യൂട്ട് ടെമ്പറേച്ചറിന് നേർ അനുപാതത്തിലായിരിക്കും. ഇതാണ് ചാൾസ് ലോ. ക്ലിയർ? ചാൾസ് ലോ പ്രഷർ കോൺസ്റ്റൻ്റ് ആക്കിക്കൊണ്ടാണ് നമ്മൾ പ്ലോട്ട് വരയ്ക്കുമ്പോൾ ചെയ്യാറ്. അങ്ങനെ പ്രഷർ കോൺസ്റ്റൻ്റ് ആയി നിൽക്കുമ്പോൾ ഒരു പ്ലോട്ട് കിട്ടും. പ്രഷർ മാറുന്നതിനനുസരിച്ച് ആ ഗ്രാഫിൻ്റെ ചേഞ്ച് നിങ്ങളൊന്ന് നോക്കൂ, സ്ക്രീനിലേക്ക് നോക്കൂ. കണ്ടോ? പ്രഷർ കൂടുന്നതിനനുസരിച്ച് ആ പ്ലോട്ട് എക്സ് ആക്സിസിനോട് ചേർന്ന് വരും. നേരത്തെ ടെമ്പറേച്ചർ ഇങ്ങനെ കൂടി വന്നപ്പോൾ ബോയിൽസ് ലോയിൽ ആ പ്ലോട്ട് വൈ ആക്സിസിലേക്ക് ചേർന്ന് വരികയായിരുന്നു ചെയ്തിരുന്നത്. എന്നാൽ ഇവിടെ പ്രഷർ കൂടുന്നതിനനുസരിച്ച് പ്ലോട്ട് ഏതിനോട് ചേർന്ന് വരും? എക്സ് ആക്സിസിനോട് ചേർന്ന് വരും. അതാണ് അവിടെ കൊടുത്തത്. P4 ഗ്രേറ്റർ ദാൻ P3, P3 ഗ്രേറ്റർ ദാൻ P2, P2 ഗ്രേറ്റർ ദാൻ P1. ഓക്കെ, റെഡി അല്ലേ? ബോയിൽസ് ലോയും ചാൾസ് ലോയും പഠിക്കുമ്പോൾ അതിൻ്റെ ഗ്രാഫ് കൃത്യമായി മനസ്സിലാക്കി വെക്കണം. ഏതാണ് ബോയിൽസ് ലോ, ഏതാണ് ചാൾസ് ലോ? ബോയിൽസ് ലോയിൽ പ്രഷറും വോള്യവുമാണ് ഗ്രാഫിൽ വരിക, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ചാൾസ് ലോയിൽ വോള്യവും ടെമ്പറേച്ചറുമാണ് ഗ്രാഫിൽ തരിക. 3ാമത്തെ ലോ അവോഗാഡ്രോസ് ലോ ആണ്. അവോഗാഡ്രോസ് ലോ നമുക്കറിയാം, വോള്യം ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു നമ്പർ ഓഫ് മോൾസ്. ക്ലിയർ? വാതകത്തിൻ്റെ വ്യാപ്തം അതിലടങ്ങിയിരിക്കുന്ന മോളുകളുടെ എണ്ണത്തിന്, വാതകത്തിൻ്റെ മോളുകളുടെ എണ്ണത്തിന് നേർ അനുപാതത്തിലാണ് എന്നാണ് അവോഗാഡ്രോസ് ലോ. അപ്പോൾ ഗ്രാഫ് ഒന്ന് നോക്കൂ. V വൈ ആക്സിസിലും N എക്സ് ആക്സിസിലും കൊടുത്താൽ സ്ട്രെയിറ്റ് ലൈൻ കിട്ടും. കണ്ടോ? ക്ലിയർ അല്ലേ? V പ്രപ്പോർഷണൽ ടു N എന്നർത്ഥം. V കൂടുമ്പോൾ നമ്പർ ഓഫ് മോളും കൂടും, V കുറയുമ്പോൾ നമ്പർ ഓഫ് മോളും കുറയും. ഇതാണ് അവോഗാഡ്രോസ് ലോയുടെ ഗ്രാഫ്. അപ്പോൾ ഇവിടെ നമ്മൾ 3 ഗ്യാസ് ലോ ആണ് ഡിസ്കസ് ചെയ്തത്. ഒന്ന് ബോയിൽസ് ലോ, ചാൾസ് ലോ, ഗേ-ലുസാക്സ് ലോ. ബോയിൽസ് ലോ പ്രഷറും വോള്യവും തമ്മിലുള്ള റിലേഷനാണ്. അതിൻ്റെ ഇക്വേഷനാണ് കൊടുത്തത്, കണ്ടോ? P1 V1 = P2 V2. അടുത്ത ചാൾസ് ലോ ആണ്, വോള്യവും ടെമ്പറേച്ചറും തമ്മിലാണ് റിലേഷൻ. അതിൻ്റെ ഇക്വേഷൻ അതാ, V1/T1 = V2/T2. ഗേ-ലുസാക്സ് ലോ പ്രഷറും ടെമ്പറേച്ചറും തമ്മിലാണ് റിലേഷൻ. അതിൻ്റെ ഇക്വേഷൻ നോക്കുക, P1/T1 = P2/T2. ഗേ-ലുസാക്സ് ലോ എന്ന് പറഞ്ഞാൽ പ്രഷർ ഓഫ് ഗ്യാസ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ എന്നാണ്. അതായത് വാതകത്തിൻ്റെ മർദ്ദം അതിൻ്റെ ആബ്സല്യൂട്ട് ടെമ്പറേച്ചറിന് നേർ അനുപാതത്തിലായിരിക്കും. ഓക്കെ, അതിൻ്റെ രണ്ടിൻ്റെയും 3 ലോയുടെയും ഗ്രാഫ് നമുക്ക് ആ സ്ക്രീനിൽ കാണാം. പ്രത്യേകം ശ്രദ്ധിക്കുക. ബോയിൽസ് ലോ ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആയി നിൽക്കുമ്പോഴാണ് ബോയിൽസ് ലോ നമുക്ക് സ്റ്റേറ്റ് ചെയ്യാൻ പറ്റുക. അങ്ങനെ ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആക്കിക്കൊണ്ട് നമ്മൾ വരക്കുന്ന ഗ്രാഫിനെ നമ്മൾ എന്ത് പറയും? ഐസോതേം എന്ന് പറയും. റെഡി? ചാൾസ് ലോ പ്രഷർ കോൺസ്റ്റൻ്റ് ആക്കിക്കൊണ്ടാണ് ഗ്രാഫ് വരയ്ക്കുക. അതുകൊണ്ട് ചാൾസ് ലോയുടെ ഗ്രാഫിനെ നമുക്ക് ഐസോബാർ എന്ന് പറയും. ഓക്കെ, മറ്റൊന്ന് ഗേ-ലുസാക്സ് ലോ. പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്, വോള്യം കോൺസ്റ്റൻ്റ് ആക്കിക്കൊണ്ടാണ് നമ്മൾ ആ ഗ്രാഫ് വരയ്ക്കുക. വോള്യം കോൺസ്റ്റൻ്റ് ആണെങ്കിൽ ആ ഗ്രാഫിനെ നമുക്ക് എന്ത് പറയാം? ഐസോകോർ എന്ന് പറയാം. ക്ലിയർ? അപ്പോൾ ഐസോബാർ, പിന്നെ ഐസോതേം, ഐസോകോർ. ക്ലിയർ?
ഗ്രാഫ് പ്രത്യേകം ശ്രദ്ധിക്കുക, അതിൻ്റെ ഇക്വേഷൻ ശ്രദ്ധിക്കുക. റെഡി? ഇപ്പോൾ ഈ ഗ്യാസ് ലോസ് ഒക്കെ ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് പ്രത്യേകം അറിയാം, അതിൽ പ്രഷറുണ്ട്, വോള്യം ഉണ്ട്, നമ്പർ ഓഫ് മോൾ ഉണ്ട്, ടെമ്പറേച്ചർ ഉണ്ട്. ഇതാണ് ഇതിലെ മെയിൻ വേരിയബിൾസ്. ഓക്കെ അല്ലേ? അപ്പോൾ പ്രഷർ എന്ന് പറയുന്നതിൻ്റെ ചില കൺവേർഷൻ ഫാക്ടർ അറിയുന്നത് നല്ലതാണ്. 1 atm എന്ന് പറഞ്ഞാൽ 760 mm മെർക്കുറിയാണ്. ആ സ്ക്രീനിൽ മുകളിൽ നോക്കുക. 1 atm എന്ന് പറഞ്ഞാൽ 760 ടോർ എന്നും പറയാറുണ്ട്. 1 atm എന്ന് പറഞ്ഞാൽ 1 lakh പാസ്കലാണെന്നും പറയാറുണ്ട്. അതായത് 1 × 10⁵ പാസ്കലാണ്. വോള്യം എടുക്കുകയാണെങ്കിൽ 1 ലിറ്റർ എന്ന് പറഞ്ഞാൽ 1000 ml ആണ്. അതിനെ തന്നെ നമുക്ക് 1000 സെൻറ്റിമീറ്റർ ക്യൂബ് എന്ന് പറയാം. 1 മീറ്റർ ക്യൂബ് എന്ന് പറഞ്ഞാൽ 1000 ലിറ്റർ ആണ്. അടുത്ത നമ്പർ ഓഫ് മോളുമായി ബന്ധപ്പെട്ടാണ്. നമ്പർ ഓഫ് മോൾ കാണാനുള്ള ഇക്വേഷനാണ് മാസ് ഇൻ ഗ്രാം ബൈ മോളാർ മാസ്. റെഡി? പ്രത്യേകം ഓർത്തിരിക്കണം. അടുത്ത ടെമ്പറേച്ചറാണ്. ടെമ്പറേച്ചർ കെൽവിൻ സ്കെയിലിൽ നമ്മൾ ആക്കണമെങ്കിൽ സെൽഷ്യസ് സ്കെയിലിലുള്ള വാല്യൂവിനോട് കൂടെ 273 ആഡ് ചെയ്യണം. ഇതൊക്കെ നമുക്ക് അറിയുന്ന കാര്യമാണ്, ശ്രദ്ധിക്കാം. ഓക്കെ. അടുത്ത നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഐഡിയൽ ഗ്യാസ് ഇക്വേഷനാണ്. ഈ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ എങ്ങനെയാണ് കിട്ടുന്നത് എന്നുള്ളതാണ് നമുക്ക് പഠിക്കേണ്ടത്. ആദ്യം ബോയിൽസ് ലോ, V = 1/P ആണല്ലോ. സ്ക്രീനിലേക്ക് നോക്കുക. വേറൊന്ന് ചാൾസ് ലോ, V = T ആണല്ലോ. മൂന്നാമത്തെ ലോ അവോഗാഡ്രോസ് ലോ, V = N ആണല്ലോ. ഈ പ്രപ്പോർഷണൽ ടേമിലുള്ള ഈ വാല്യൂ എങ്കിലും പഠിച്ചു വെച്ചാൽ നമുക്കിതിൻ്റെ മാർക്ക് കിട്ടും. ബോയിൽസ് ലോ V = 1/P എന്ന് എഴുതിയാൽ തന്നെ മാർക്കായി. ചാൾസ് ലോ V = T എന്ന് എഴുതിയാൽ തന്നെ മാർക്കായി. അവോഗാഡ്രോസ് ലോ V = N എന്ന് എഴുതിയാൽ തന്നെ മാർക്കാണ്. ഈ 3 ലോയും കൂടെ കമ്പൈൻ ചെയ്യാണ്. കമ്പൈൻ ചെയ്യുമ്പോൾ അതിനെ നമ്മൾ എന്ത് പറയുന്നറിയോ? ഐഡിയൽ ഗ്യാസ് ലോ എന്ന് പറയും. ആവട്ടെ, 3ഉം കൂടെ കമ്പൈൻ ചെയ്താൽ നമുക്കറിയാം ഇടത്തെ സൈഡിലൊക്കെ V ആണുള്ളത്. അപ്പോൾ V = NT/P എന്ന് എഴുതി കൂടെ 3 ഇക്വേഷനും കൂടെ കമ്പൈൻ ചെയ്താൽ ഓക്കെ. അങ്ങനെ എഴുതി എന്നിട്ട് എന്ത് ചെയ്തു? പ്രപ്പോർഷണൽ ടേമിനെ കളഞ്ഞു, V = എന്നാക്കുകയാണ്. അപ്പോൾ V = എന്ന് പറയുമ്പോൾ ഒരു കോൺസ്റ്റൻറ്റ് കൊടുക്കണം. ആ കോൺസ്റ്റൻ്റാണ് R. പിന്നെ അവിടെ NT/P അവിടെ തന്നെ ഉണ്ട്. അപ്പോൾ നമ്മളത് ഓർഡറിൽ എഴുതുകയാണ്. അവിടെ ഡിനോമിനേറ്ററിൽ കിടക്കുന്ന Pനെ ഇക്വേഷൻ്റെ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നപ്പോൾ PV = എന്നായി ആയില്ലേ. പിന്നെ RNT എന്നുള്ള ആൽഫബറ്റിക്കൽ ഓർഡർ പറയുമ്പോൾ നമ്മൾ NRT. PV = NRT. ദിസ് ഇക്വേഷൻ ഈസ് കാൾഡ് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ. ഇവിടെ ഒരു ചോദ്യം വന്നിട്ടുണ്ട്. ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ഡിറൈവ് ചെയ്ത് അതിൻ്റെ ടേമുകൾ എക്സ്പ്ലെയിൻ ചെയ്യുക. അപ്പോൾ ഡെറിവേഷൻ ഇത്രയും ചെയ്താൽ മതി. ബോയിൽസ് ലോയുടെ ഇക്വേഷൻ എഴുതുക, ചാൾസ് ലോയുടെ ഇക്വേഷൻ എഴുതുക, അവോഗാഡ്രോസ് ലോ എഴുതുക. 3 ഇക്വേഷനും കൂടെ കമ്പൈൻ ചെയ്യുക. കമ്പൈൻ ചെയ്യുമ്പോൾ V = NT/P എന്നായി. ദെർഫോർ V = R × NT/P. ദാറ്റ് ഈസ് ഈക്വൽ ടു PV = NRT. വെരി വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ. ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ഡിറൈവ് ചെയ്യുക എന്ന ക്വസ്റ്റ്യനാണ് വരിക. ശ്രദ്ധിച്ചിരിക്കുക. ക്ലിയർ? അടുത്തത് ഐഡിയൽ ഗ്യാസ് ഇക്വേഷനിലെ ടേം എന്താണെന്ന് പറയാം. നമുക്കറിയാം P എന്ന് പറഞ്ഞാൽ പ്രഷറാണ്, V എന്ന് പറഞ്ഞാൽ വോള്യമാണ്, N എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോളാണ്, R എന്ന് പറഞ്ഞാൽ ഗ്യാസ് കോൺസ്റ്റൻ്റ് ആണ്, യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻ്റ് എന്നും പറയും, T എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചറാണ്. ക്ലിയർ? അടുത്ത നമുക്ക് പറയാനുള്ളത് കംപ്രസിബിലിറ്റി ഫാക്ടറാണ്. അതിൻ്റെ സിമ്പലാണ് Z. എന്താണെന്നറിയോ? നമ്മൾ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ പഠിച്ചു. എന്താണിത്? PV = NRT. ഈ PV = NRT എന്നുള്ളതിന് ഇക്വേഷൻ്റെ അപ്പുറത്തുള്ള NRTയെ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നാൽ PV/NRT എന്ന് കിട്ടൂലേ? PV/NRT = 1 എന്നാവും. റെഡി? ഈ PV/NRT എന്ന് പറയുന്ന ആ ടേമിന് പറയുന്ന പേരാണ് കംപ്രസിബിലിറ്റി ഫാക്ടർ. വാട്ട് ഈസ് ദി അഡ്വാൻറ്റേജ് ഓഫ് ദിസ് ഫാക്ടർ? അതായത് റിയൽ ഗ്യാസ് ഐഡിയൽ ഗ്യാസിൻ്റെ സ്വഭാവത്തിൽ നിന്ന് വ്യതിചലിക്കുന്നുണ്ടോ എന്ന് മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്ന ടേമാണ്, പദമാണ് കംപ്രസിബിലിറ്റി ഫാക്ടർ. വാട്ട് ഈസ് കംപ്രസിബിലിറ്റി ഫാക്ടർ? PV/NRT.
അതിനൊരു സിമ്പൽ നമ്മൾ കൊടുക്കും സെഡ്. ദെയർഫോർ സെഡ് ഈക്വൽ ടു പി വി ബൈ എൻ ആർ ടി. പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് ഐഡിയൽ ഗ്യാസിന് പി വി ബൈ എൻ ആർ ടി എന്ന് പറയുന്ന സെഡ് 1 ആയിരിക്കും. റിയൽ ഗ്യാസിന് ചിലപ്പോൾ 1 ആവും, ചിലപ്പോൾ 1-നേക്കാൾ കുറയും, ചിലപ്പോൾ 1-നേക്കാൾ കൂടും. ഓക്കെ, ഒരു വർഷം ചോദിച്ചിട്ടുണ്ട് വാട്ട് ഈസ് കംപ്രസിബിലിറ്റി ഫാക്ടർ. മിനിമം ഇതെങ്കിലും എഴുതണം. കംപ്രസിബിലിറ്റി ഫാക്ടർ ഈസ് യൂസ്ഡ് ടു സ്റ്റഡി the deviation of real gas from ideal behavior, that is PV by nRT. Clear? സ്ക്രീനിലേക്ക് നോക്കുക. കംപ്രസിബിലിറ്റി ഫാക്ടറും പ്രഷറും ഉപയോഗിച്ചുകൊണ്ട് ഗ്രാഫ് വരച്ച് നോക്കൂ. ഗ്രാഫ് വരച്ചപ്പോൾ ഐഡിയൽ ഗ്യാസിന് Z എത്രയാണ് വരേണ്ടത്? 1 ആണ് വരേണ്ടത്. അതാണ് ആ ഡോട്ട് ഇട്ട് കാണിച്ചത്. ഡോട്ട് ഇട്ട് കാണിച്ചത് ഐഡിയൽ ഗ്യാസിൻ്റെ പൊസിഷനാണ്. ഓക്കെ, ദാറ്റ് ഈസ് Z ഈക്വൽ ടു 1. പക്ഷേ ഇങ്ങനൊരു ഐഡിയൽ ഗ്യാസ് ലോകത്തില്ല എന്ന് തന്നെ പറയാം. കാരണം Z ഈക്വൽ ടു 1 വരുന്ന ഐഡിയൽ ഗ്യാസ് ഇല്ല. എല്ലാ സമയത്തും Z1 ആയ ഒരു ഗ്യാസ് ലോകത്തില്ല. എന്നാൽ ഹൈഡ്രജൻ്റെ നോക്കൂ, Z-ൻ്റെ വാല്യൂ 1 ആണ് വരേണ്ടത്, പക്ഷേ 1-നേക്കാൾ മുകൾക്കാണ് പോയത് അല്ലേ. ഗ്രേറ്റർ ദാൻ 1 ആണ് ഹൈഡ്രജന്. ഇനിയോ നൈട്രജനും കാർബൺ ഡൈ ഓക്സൈഡിനും എന്തായിന്നറിയോ? ആദ്യം ഒന്ന് 1-നേക്കാൾ കുറഞ്ഞു, പിന്നെന്ത് ചെയ്തു? 1-നേക്കാൾ കൂടി. ആ ബൗണ്ടറിയിലൂടെ കടന്നുപോയി, ഡോട്ടഡ് പോർഷനിലൂടെ കടന്നു പോയിട്ട് പിന്നെന്തായി? പോസിറ്റീവ് സംഖ്യയായിട്ട് മാറി. 1-നേക്കാൾ കൂടി. അപ്പോൾ ആദ്യം ഒന്ന് കുറഞ്ഞു, പിന്നെ കൂടി, എന്നിട്ട് 1-ലൂടെ 1-ൻ്റെ മുകളിലുള്ളൊരു സംഖ്യയിലേക്ക് പോയി. ആരൊക്കെ? നൈട്രജനും കാർബൺ ഡൈ ഓക്സൈഡും. ഇങ്ങനെ വരുന്ന ഗ്രേറ്റർ ദാൻ 1 ആയി വരുന്ന കംപ്രസിബിലിറ്റി ഫാക്ടർ 1-നേക്കാൾ കൂടിയാൽ ആ ഗ്യാസിനെ നമ്മൾ പറയും ലെസ് കംപ്രസിബിൾ ഗ്യാസ് ആണ് എന്ന് പറയും. അതായത് നമ്മൾ നല്ല കംപ്രസ് ചെയ്ത് ചുരുക്കാൻ പറ്റാത്ത ഗ്യാസാണ് എന്നർത്ഥം. എന്നാൽ മോർ കംപ്രസിബിൾ ആയിരിക്കും ആരെന്നറിയോ? Z-ൻ്റെ വാല്യൂ 1-നേക്കാൾ കുറയുന്ന ഗ്യാസ് ഉണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ ആ ഗ്യാസ് മോർ കംപ്രസിബിൾ ആയിരിക്കും. ഓക്കെ, ഈ ഗ്രാഫിൽ നിന്ന് നമുക്ക് ചിലപ്പോൾ അങ്ങനെ ക്വസ്റ്റ്യൻ വരാമല്ലോ അല്ലേ. ഇപ്പോൾ ഹൈഡ്രജൻ എന്നുള്ളിടത്ത് എ എന്ന് കൊടുത്തു, നൈട്രജനും കാർബൺ ഡൈ ഓക്സൈഡും എന്നുള്ളിടത്ത് എന്ത് കൊടുത്തു? ബി എന്ന് കൊടുത്തു. നൈട്രജൻ്റെ സ്ഥലത്ത് ബി, കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ സ്ഥാനത്ത് സി എന്ന് കൊടുത്തു. ഇങ്ങോട്ട് വിച്ച് ഈസ് മോർ കംപ്രസിബിൾ ആൻഡ് ലെസ് കംപ്രസിബിൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റൂലേ? അത് നല്ലൊരു ക്വസ്റ്റ്യനാണ്, ശ്രദ്ധിക്കണം. അടുത്ത പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കമ്പൈൻഡ് ഗ്യാസ് ഇക്വേഷൻ. നമുക്കറിയാം ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ പി വി ഈക്വൽ ടു എൻ ആർ ടി ആണ്. അങ്ങനെയാണെങ്കിൽ പ്രഷർ P1-ഉം വോള്യൂം V1-ഉം ടെമ്പറേച്ചർ T1-ഉം ആണെങ്കിൽ P1 V1 ഈക്വൽ ടു NR T1 എന്നാവും. റെഡി? എന്നാൽ മറ്റൊരു കണ്ടീഷനിൽ പ്രഷർ P2 വോള്യൂം V2 ടെമ്പറേച്ചർ T2 ആയാൽ P2 V2 ഈക്വൽ ടു NR T2 എന്നാവും. ക്ലിയർ? അങ്ങനെയാണെങ്കിൽ ആ വലത് ഭാഗത്തുള്ള ടെമ്പറേച്ചർ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ എന്താവും? P1 V1 ബൈ T1 ഈക്വൽ ടു NR. എയുടെ ഇക്വേഷൻ അങ്ങനെയായി. ഇനി ബിയുടെ ഇക്വേഷൻ അപ്പോൾ എന്താവും പറഞ്ഞോളൂ? P2 V2 ബൈ T2 ഈക്വൽ ടു NR. അപ്പോൾ രണ്ടിലും NR ആണ് വലത് ഭാഗത്തുള്ളത്. Therefore NR ഈക്വൽ ടു P1 V1 ബൈ T1 ഈക്വൽ ടു P2 V2 ബൈ T2. ഓക്കെ, ദാറ്റ് ഈസ് കമ്പൈൻഡ് ഗ്യാസ് ഇക്വേഷൻ. ഈ ഗ്യാസ് ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പ്രോബ്ലംസ് വന്നിട്ടുണ്ട് മുൻ വർഷങ്ങളിൽ. അപ്പോൾ എന്താ വേണ്ടത്? ഇപ്പോൾ 6 ടേം അതിലുള്ളത്. P1 ഉണ്ട്, V1 ഉണ്ട്, T1 ഉണ്ട്, P2 ഉണ്ട്, V2 ഉണ്ട്, T2 ഉണ്ട്. 6 ടേം ഉണ്ട്. ഇതിൽ 5 ടേം തന്നിട്ട് 6ാമത്തെ കാണാൻ ചോദിക്കും. ഫൈനൽ പ്രഷർ എത്ര? ദാറ്റ് ഈസ് P2. ഇനീഷ്യൽ വോള്യൂം എത്ര? V1. ഫൈനൽ ടെമ്പറേച്ചർ എത്ര? T2. ഇതൊക്കെ കാണാനുള്ള ക്വസ്റ്റ്യൻ വരും. നല്ല ശ്രദ്ധ വേണം, നന്നായിട്ട് ഓർത്തിരിക്കുക. സാമ്പിൾ മുൻ വർഷങ്ങളിൽ ചോദിച്ച ചില സാമ്പിളുകൾ നമുക്ക് ഇനി പരിചയപ്പെടാം. അപ്പോൾ അത് പരിചയപ്പെടുന്നതിൻ്റെ മുന്നേ നമ്മളിപ്പോൾ ഇതുവരെ പഠിച്ച ലോയും അവയുടെ ഇക്വേഷൻസും നമുക്കൊന്നും കൂടെ ഒന്ന് പരിചയപ്പെടാം.
ഓക്കെ, ബോയിൽസ് ലോ PV ഈക്വൽ ടു എ കോൺസ്റ്റൻ്റ് എന്നാണല്ലോ. ദാറ്റ് ഈസ് ഈക്വൽ ടു P1 V1 ഈക്വൽ ടു P2 V2. പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് 4 ടേമാണ് ഇതിലുള്ളത്, P1 V1 P2 V2. അതിലെ 3 തന്നിട്ട് 4ാമത്തെ കാണാൻ ഫൈനൽ വോള്യം ചോദിക്കും, ഫൈനൽ പ്രഷർ ചോദിക്കും. ഇങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ ഫൈനൽ വോള്യം ആണെങ്കിൽ V2 കാണുക, ഫൈനൽ പ്രഷർ ആണെങ്കിൽ P2 കാണുക, ഇനീഷ്യൽ പ്രഷർ ആണെങ്കിൽ P1 കാണുക. ഇങ്ങനെ കാണാനുള്ള പ്രോബ്ലം പരീക്ഷയ്ക്ക് വരാറുണ്ട്. അടുത്ത ചാൾസ് ലോയുടെ ഇക്വേഷനാണ് V1/T1 ഈക്വൽ ടു V2/T2. അതിലിതേ പറഞ്ഞ പോലെ ഫൈനൽ വോള്യം ചോദിക്കാം, ഫൈനൽ ടെമ്പറേച്ചർ ചോദിക്കാം, ഇനീഷ്യൽ വോള്യം ചോദിക്കാം. അടുത്ത അവോഗാഡ്രോസ് ലോ ആണ് V ഈക്വൽ ടു K ഇൻറ്റു N. K എന്നാണ് കോൺസ്റ്റൻ്റ് ആണ്, പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻ്റ് ആണ്. അടുത്ത ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ നേരത്തെ പറഞ്ഞാണ്, ഒന്നുകൂടെ ആവർത്തിക്കുകയാണ്, PV ഈക്വൽ ടു nRT. വേറൊന്നാണ് ഡെൻസിറ്റി കാണാനുള്ളൊരു ക്വസ്റ്റ്യൻ വരാറുണ്ട്. ആ ഇക്വേഷൻ ബൈ ഹാർട്ട് ചെയ്യണം. ഇറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഡെൻസിറ്റി ഈക്വൽ ടു PM/RT. ദെർഫോർ M ഈക്വൽ ടു DRT/P. ഓരോ ടേം പറയണം. വാട്ട് ഈസ് D? ഡെൻസിറ്റി. വാട്ട് ഈസ് R? ഗ്യാസ് കോൺസ്റ്റൻറ്റ്. T? ടെമ്പറേച്ചർ. വാട്ട് ഈസ് P? പ്രഷർ. വാട്ട് ഈസ് M? മോളാർ മാസ്. നന്നായി ശ്രദ്ധിക്കണം, ഓർത്തിരിക്കണം. പരീക്ഷയ്ക്ക് വന്നിട്ടുണ്ട്, നമുക്ക് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുമ്പോൾ നോക്കാവുന്നതാണ്. അടുത്ത കമ്പൈൻഡ് ഗ്യാസ് ഇക്വേഷൻ P1 V1/T1 ഈക്വൽ ടു P2 V2/T2. റെഡി അല്ലേ? ഈ ഇക്വേഷനൊക്കെ പഠിച്ചു നോക്കുക. ഇതുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ് വരാറുണ്ട് എന്നുള്ളതും കൂടെ ഓർത്തിരിക്കുക. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ഇക്വേഷനാണ് ഇനി പറയാൻ പോണത്. അതായത് വാണ്ടർവാൾസ് ഇക്വേഷൻ. വാണ്ടർവാൾസ് ഇക്വേഷൻ അല്ലെങ്കിൽ ഇക്വേഷൻ ഓഫ് റിയൽ ഗ്യാസ്. ഇക്വേഷൻ ശ്രദ്ധിക്കുക, ഇക്വേഷൻ ബൈ ഹാർട്ട് ചെയ്യുക, എഴുതി പഠിക്കുക. എഴുതിക്കോളൂ. P + AN²/V² ഇൻറ്റു V - NB ഈക്വൽ ടു nRT. ഇതാണ് വാണ്ടർവാൾസ് ഇക്വേഷൻ. അതെങ്ങനെ കിട്ടിയെന്ന് ചോദിച്ചാൽ PV ഈക്വൽ ടു nRT എന്നുള്ള ഐഡിയൽ ഗ്യാസ് ഇക്വേഷനിൽ Pക്ക് പകരമായി വാണ്ടർവാൾ കൊടുത്ത ടേമാണ് P + AN²/V². ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല. Pക്ക് പകരം അവിടെ ആ നീല കളർ കണ്ടോ? ആ നീല കളറുള്ള Pക്ക് പകരം P + AN²/V² നിന്ന് കൊടുത്തു. ആര് കൊടുത്തു? വാണ്ടർവാൾ കൊടുത്തു. അടുത്ത് V എന്നുള്ളതിന് പകരം V - NB എന്ന ടേം കൊടുത്തു. ബാക്കി അതിലുള്ള തന്നെയാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു nRT. ദാറ്റ് ഈസ് വാട്ട്? വാണ്ടർവാൾസ് ഇക്വേഷൻ അല്ലെങ്കിൽ ഇക്വേഷൻ ഓഫ് റിയൽ ഗ്യാസ്. അപ്പോൾ വാണ്ടർവാൾസ് ഇക്വേഷൻ എഴുതി അതിൻ്റെ ടേം വിശദീകരിക്കുക എന്ന് ചോദിക്കും. അപ്പോൾ ഇക്വേഷൻ എഴുതുക P + AN²/V² ഇൻറ്റു V - NB ഈക്വൽ ടു nRT എന്ന് എഴുതിയിട്ട് P പ്രഷറാണ്, A എന്ന് പറഞ്ഞാൽ റെപ്രസെൻ്റ് അട്രാക്റ്റീവ് ഫോഴ്സ് ബിറ്റ്വീൻ ഗ്യാസ് മോളിക്യൂൾ, അതായത് വാതക തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണത്തെ പ്രതിനിധീകരിക്കുന്നു. N നമ്പർ ഓഫ് മോളാണ്. V എന്ന് പറഞ്ഞാൽ വോളിയം ഓഫ് ഗ്യാസ് ആണ്. V വോളിയം ഓഫ് ഗ്യാസ് മൈനസ് NB എന്നുള്ളതിന് N നമ്പർ ഓഫ് മോൾ. B എന്ന് പറഞ്ഞാൽ സൈസ് ഓഫ് മോളിക്യൂൾ. N നമ്പർ ഓഫ് മോൾ, R ഗ്യാസ് കോൺസ്റ്റൻറ്റ്, T ടെമ്പറേച്ചർ. അപ്പോൾ ഓക്കെ, ഇക്വേഷൻ എഴുതാൻ പറഞ്ഞിട്ട് അതിൻ്റെ ടേം വിശദീകരിക്കാൻ ചോദിക്കും. 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യനായിട്ട് വരാറുണ്ട്. സാധാരണ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യനായിട്ടും വരാറുണ്ട്. ഓക്കെ, ഇനിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ ഡിസ്കസ് ചെയ്യാം. ഓരോ ക്വസ്റ്റ്യനിലേക്കായിട്ട് വരാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, വിച്ച് പ്രോപ്പർട്ടി ഓഫ് ലിക്വിഡ് ഈസ് അസോസിയേറ്റഡ് വിത്ത് ഫയർ പോളിഷിംഗ് ഓഫ് ഗ്ലാസ്. ഗ്ലാസ് പോളിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല തീയുടെ ജ്വാല കൊടുത്തുകൊണ്ട് അവിടെ ഉരുക്കിയിട്ട് പോളിഷ് ചെയ്യും അല്ലേ? എന്ത് പ്രതിഭാസമാണ്, ഏത് പ്രോപ്പർട്ടിയാണ്, ലിക്വിഡിൻ്റെ ഏത് പ്രോപ്പർട്ടിയാണ് ഇവിടെ ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത്? ദാറ്റ് ഈസ് സർഫസ് ടെൻഷനാണ്. നമുക്കറിയാം സർഫസ് ടെൻഷൻ എന്ന് പറയുന്നത് ദ്രാവകത്തുള്ളി ഗോളാകൃതിയിലാകാൻ കാരണമായ പ്രതിഭാസമാണ്. അപ്പോൾ അതും കൂടെ ഇതിൻ്റെ കൂടെ ഓർത്തിരിക്കാം, സർഫസ് ടെൻഷൻ. അടുത്ത ക്വസ്റ്റ്യൻ, റിയൽ ഗ്യാസസ് ഡു നോട്ട് ഒബേ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ അണ്ടർ ഓൾ കണ്ടീഷൻ എക്സ്പ്ലെയിൻ. അതായത് യഥാർത്ഥ വാതകങ്ങൾ
ഐഡിയൽ വാതകത്തിൻ്റെ സ്വഭാവത്തെ അനുസരിക്കുന്നില്ല. എന്തുകൊണ്ട്? അതിന് കാരണം ഗതിക സിദ്ധാന്തത്തിലെ 2 തെറ്റായ പ്രസ്താവനകളാണ്. ഒന്നാമത്തെ തെറ്റായ പ്രസ്താവന, വാതക തന്മാത്രയുടെ വോള്യം ആ വാതകങ്ങൾ അടങ്ങിയിരിക്കുന്ന പാത്രത്തിൻ്റെ വോള്യവുമായി താരതമ്യം ചെയ്യുമ്പോൾ അവഗണിക്കാം എന്ന പ്രസ്താവനയാണ്. ഒന്നുകൂടെ, ഒരു വാതക തന്മാത്രയുടെ വ്യാപ്തം ആ വാതകങ്ങൾ അടങ്ങിയിരിക്കുന്ന പാത്രത്തിൻ്റെ വോള്യവുമായി താരതമ്യം ചെയ്യുമ്പോൾ നമുക്കെന്ത് ചെയ്യാം? അവഗണിക്കാം. കാരണം അത് വളരെ ചെറിയ വാല്യൂ ആണ് എന്നതുകൊണ്ട്. ഓക്കെ, ഇതാണ് ഒരു തെറ്റായ പ്രസ്താവന. രണ്ടാമത്തെ തെറ്റായ പ്രസ്താവന എന്ന് പറയുന്നത് വാതക തന്മാത്രകൾ തമ്മിൽ ആകർഷണ ബലം ഇല്ല എന്ന പ്രസ്താവനയാണ്. ഓക്കെ, നമുക്കറിയാം വാതക തന്മാത്രകൾ തമ്മിൽ ആകർഷണമുണ്ട്. വാതക തന്മാത്രകൾ തമ്മിൽ ആകർഷണമുള്ളതുകൊണ്ടാണ് വാതകത്തെ നമുക്ക് ദ്രാവകമാക്കി മാറ്റാൻ പറ്റുന്നത്. പക്ഷേ കൈനറ്റിക് തിയറിയിൽ, ഗതിക സിദ്ധാന്തത്തിൽ പറഞ്ഞത് വാതക തന്മാത്രകൾ തമ്മിൽ ആകർഷണ ബലം ഇല്ല എന്നാണ്. ഈ 2 പ്രസ്താവനകളാണ് എന്തിന് കാരണമായത്? റിയൽ ഗ്യാസ് ഐഡിയൽ ഗ്യാസിൻ്റെ സ്വഭാവം കാണിക്കാത്തതിന് കാരണമായത്. ഓക്കെ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ സ്ക്രീനിലേക്ക് നോക്കുക. സ്റ്റേറ്റ് ഡാൾട്ടൻസ് ലോ ഓഫ് പാർഷ്യൽ പ്രഷർ. കഴിഞ്ഞ വർഷം ജൂലൈയിൽ ചോദിച്ച ചോദ്യമാണിത്. ഇത്രയുള്ള സംഭവം, ഒരു മിക്സർ ഓഫ് ഗ്യാസ് ഒരു കണ്ടെയ്നറിൽ എടുത്തിരിക്കുന്നു എന്ന് കരുതുക. ആ വാതകത്തിൻ്റെ പ്രത്യേകത, അവർ തമ്മിൽ രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുന്നില്ല. അപ്പോൾ പരസ്പരം രാസപ്രവർത്തനത്തിൽ ഏർപ്പെടാത്ത വാതകങ്ങളുടെ ഒരു മിശ്രിതം ഒരു പാത്രത്തിലുണ്ടെങ്കിൽ ആ വാതകത്തിൻ്റെ ആകെ മർദ്ദം എന്ന് പറയുന്നത് ഓരോരുത്തരുടെയും മർദ്ദങ്ങൾ കൂട്ടിയതിന് തുല്യമാണ്. ഇനി ഞാൻ ആവർത്തിക്കുന്നില്ല, നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ ഒന്നുകൂടി നിങ്ങൾ കേട്ടാൽ മതി. ഓക്കെ, ഇതാണ് ഡാൾട്ടൻസ് ലോ ഓഫ് പാർഷ്യൽ പ്രഷർ. അതിൽ ബി നോക്കൂ. കാൽക്കുലേറ്റ് ടോട്ടൽ പ്രഷർ എക്സേർട്ടഡ് ബൈ എ മിക്സർ ഓഫ് 8 gram oxygen and 4 gram hydrogen enclosed in a vessel of 1 decimeter cube at 27 degrees Celsius. ആറിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്, ഗ്യാസ് കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂ അവിടെ തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കാനുള്ളത്, ആദ്യം നമ്മൾ എന്ത് ചെയ്യുമെന്നറിയോ? ഓരോന്നിൻ്റെയും നമ്പർ ഓഫ് മോൾ കാണും. നമ്പർ ഓഫ് മോൾ കാണാൻ വേണ്ടിയിട്ടുള്ള ഇക്വേഷനാണ് ഗിവൺ മാസ് ബൈ മോളാർ മാസ്. അപ്പോൾ ഓക്സിജൻ്റെ നമ്പർ ഓഫ് മോൾ കാണാൻ വേണ്ടിയിട്ട് അയാളെ ഗിവൺ മാസ് 8 ആണ്, അയാളെ മോളാർ മാസ് 32 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 0.25 മോൾ. അതുപോലെ നമ്പർ ഓഫ് മോൾ ഓഫ് ഹൈഡ്രജൻ എടുക്കുക. ഹൈഡ്രജൻ്റെ മാസ് തന്നിട്ടുണ്ട് 4, അതിൻ്റെ മോളാർ മാസ് 2, 4/2, ദാറ്റ് ഈസ് ഈക്വൽ ടു 2 മോൾ. ഓക്കെ, വോളിയം ഓഫ് ഗ്യാസ് അറിയാം 1 decimeter cube. ടെമ്പറേച്ചർ തന്നിട്ടുണ്ട് 27 ഡിഗ്രി സെൽഷ്യസ്, അത് കെൽവിനിലേക്ക് മാറ്റി 300 കെൽവിൻ. 6 ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, ഗ്യാസ് കോൺസ്റ്റൻറ്റ് തന്നിട്ടുണ്ട്. പി ടോട്ടൽ പ്രഷർ കാണാനുള്ള ഇക്വേഷനാണ് അക്കോർഡിംഗ് ടു ഡാൾട്ടൻസ് ലോ. നന്നായി പഠിച്ചു വെക്കണം. NO2 + NH2 × RT/V. ആ ഇക്വേഷൻ പഠിച്ചു വെക്കുക. പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്, 3 ഗ്യാസ് ഉണ്ടെങ്കിൽ ആ 3 ഗ്യാസിൻ്റെ നമ്പർ ഓഫ് മോൾസ് കൂട്ടണം എന്ന് മാത്രം. ഇവിടെ 2 ഗ്യാസേ ഉള്ളൂ, അതായത് ഓക്സിജനും ഹൈഡ്രജനും. അപ്പോൾ NO2 + NH2 × RT/V. ക്ലിയർ? ആ വാല്യൂസ് കൊടുക്കുക. 56.025 ബാർ എന്ന് കിട്ടി. പ്രത്യേകം ശ്രദ്ധിക്കണം, ഇതൊന്ന് ചെയ്ത് പഠിക്കുക തന്നെ വേണം, അപ്പോൾ ഓർമ്മയിൽ നിൽക്കുള്ളൂ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഈ ചാപ്റ്ററിൽ വന്ന് നോക്കൂ. ദി ലോവസ്റ്റ് ഹൈപ്പോത്തറ്റിക്കൽ ടെമ്പറേച്ചർ അറ്റ് വിച്ച് ഗ്യാസസ് ആർ സപ്പോസ്ഡ് ടു ഓക്യുപ്പൈ 0 വോള്യം. വാതകം 0 വോള്യം, അതായത് വോള്യം 0 ആയി മാറുന്ന ഒരു സമയമുണ്ട്. ആ സമയത്ത് ഉള്ള ലോവസ്റ്റ് ടെമ്പറേച്ചറിനെ എന്താണ് അറിയപ്പെടുന്നത്? വാതകത്തിൻ്റെ വോള്യം 0 ആകുന്ന സമയത്തെ ലോവസ്റ്റ് ടെമ്പറേച്ചറിനെ എന്താണ് പറയുക? അതിന് പറയാം ആബ്സല്യൂട്ട് 0 എന്നാണ് പറയുക. ആബ്സല്യൂട്ട് 0 എന്നുള്ളതിനെ നമ്മൾ -273 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയും, അല്ലെങ്കിൽ അതിന് 0 കെൽവിൻ എന്ന് പറയും. ഓക്കെ,
അടുത്ത ക്വസ്റ്റ്യൻ, ഗിവ് ദി റിലേഷൻ ബിറ്റ്വീൻ മോളാർ മാസ് ഓഫ് ഗ്യാസ് ആൻഡ് ഇറ്റ്സ് ഡെൻസിറ്റി. നേരത്തെ ഇക്വേഷൻ നമ്മൾ പഠിച്ചതാണ് അല്ലേ? എന്തായിരുന്നു ഇക്വേഷൻ? മോളാർ മാസ് ഈക്വൽ ടു DRT/P. ബോധ്യപ്പെട്ടില്ലെങ്കിൽ തൊട്ട് ബാക്കിലോട്ടൊന്ന് നോക്കിയാൽ ആ ഇക്വേഷൻ വലുതായിട്ട് നമുക്ക് കാണാം. ഏതായാലും മോളാർ മാസ് ഈക്വൽ ടു DRT/P. ഹൗ ആർ ദി ഡെൻസിറ്റി ഓഫ് ഓക്സിജൻ ആൻഡ് CH4 റിലേറ്റഡ്? ഓക്സിജൻ്റെയും മീഥേൻ്റെയും ഡെൻസിറ്റികൾ തമ്മിൽ എങ്ങനെയാണ് റിലേറ്റ് ചെയ്തിരിക്കുന്നത്? ഇഫ് ദേ ആർ കെപ്റ്റ് അറ്റ് ദി സെയിം ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇക്വേഷൻ M ഈക്വൽ ടു DRT/P ആണ്. ഓക്കെ അല്ലേ? ഓക്സിജൻ്റെ മോളാർ മാസ് 32ആണ്, CH4ൻ്റെ മോളാർ മാസ് 16ആണ്. ദെയർഫോർ ഓക്സിജൻ ഈസ് 2 times ഡെൻസർ ദാൻ CH4. ശരിയല്ലേ? കാരണം CH4 16ആണ്, ഓക്സിജൻ 32ആണ്. അപ്പോൾ CH4ൻ്റെ മോളാർ മാസിനേക്കാൾ ഇരട്ടിയുണ്ട് ഓക്സിജന്. അതാണ് പറഞ്ഞത് ഓക്സിജൻ ഈസ് 2 times ഡെൻസർ ദാൻ CH4. ക്ലിയർ അല്ലേ? ഇനി ആ ഇക്വേഷനിലേക്ക് തന്നെ നോക്കുക. M ഈക്വൽ ടു DRT/P എന്നുള്ളതിൽ എന്തൊക്കെയാണ് കോൺസ്റ്റൻ്റ് എന്ന് അറിയാമെങ്കിൽ 6 കോൺസ്റ്റൻ്റ് ആണ് അല്ലേ? ഗ്യാസ് കോൺസ്റ്റൻ്റ് അല്ലേ? ടെമ്പറേച്ചറും പ്രഷറും കോൺസ്റ്റൻ്റ് ആണെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു കാര്യം ഉറപ്പായി, M ഈക്വൽ ടു D എന്നായി, അല്ലെങ്കിൽ M പ്രപ്പോർഷണൽ ടു D എന്നായി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ MO2 പ്രപ്പോർഷണൽ ടു DO2, MCH4 പ്രപ്പോർഷണൽ ടു DCH4, that is equal to MO2/MCH4 equal to DO2/DCH4. നിങ്ങൾക്ക് സ്ക്രീനിലേക്ക് നോക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതിൽ വാല്യൂ കൊടുക്കുക. MO2 32, MCH4 16 കൊടുത്തു. Therefore DO2 equal to 2 into DCH4. അതായത് ഓക്സിജൻ്റെ ഡെൻസിറ്റി എന്ന് പറയുന്നത് മീഥേനിൻ്റെ ഡെൻസിറ്റിയുടെ 2 ഇരട്ടിയാണ്. ഓക്കെ, നല്ല ക്വസ്റ്റ്യൻ അല്ലേ? ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ പരീക്ഷയ്ക്ക് വന്നതാണ്, പ്രത്യേകം ശ്രദ്ധിക്കണം. മാർച്ച് 2019 വന്ന മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കൂ. വൈ ഡു റിയൽ ഗ്യാസസ് ഡീവിയേറ്റ് ഫ്രം ഐഡിയൽ ബിഹേവിയർ? നേരത്തെ നമ്മൾ പറഞ്ഞു ഗതിക സിദ്ധാന്തത്തിലെ 2 തെറ്റായ നിഗമനങ്ങളാണ് കാരണം. അത് ഏതാണെന്ന് ചോദിച്ചിട്ടില്ല, അതുകൊണ്ട് നമുക്ക് പ്രശ്നമില്ല, എഴുതേണ്ട ആവശ്യമില്ല. അടുത്ത B, റൈറ്റ് ദി കണ്ടീഷൻസ് അണ്ടർ വിച്ച് ഗ്യാസസ് ഡീവിയേറ്റ് ഫ്രം ഐഡിയാലിറ്റി. ഐഡിയാലിറ്റിയിൽ നിന്ന്, ഐഡിയൽ ബിഹേവിയറിൽ നിന്ന് ഏത് കണ്ടീഷനിലാണ് റിയൽ ഗ്യാസ് ഐഡിയൽ സ്വഭാവത്തിൽ നിന്ന് വ്യതിചലിക്കുക? ആൻസർ അതാ, അറ്റ് ഹൈ പ്രഷർ ആൻഡ് ലോ ടെമ്പറേച്ചർ. അപ്പോൾ ഒരു കാര്യം ഉറപ്പായി, റിയൽ ഗ്യാസ് ഐഡിയൽ ബിഹേവിയറിൽ നിന്ന് വ്യതിചലിക്കാത്ത സമയം എപ്പോഴാണ്? അപ്പോൾ നമുക്ക് അതിന് ഉത്തരമുണ്ട്, അറ്റ് ലോ പ്രഷർ ആൻഡ് ഹൈ ടെമ്പറേച്ചർ. ഓർത്തിരിക്കണം, പ്രധാനമാണ്. സി, ഡിഫൈൻ ബോയിൽ പോയിൻറ്റ്. ബോയിൽ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? സംഭവം അത്രേ ഉള്ളൂ. ബോയിൽ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് എ ടെമ്പറേച്ചർ. പോയിൻ്റ് നമ്മൾ പറയുമ്പോൾ ബോയിലിംഗ് പോയിൻ്റ്, മെൽറ്റിംഗ് പോയിൻ്റ് എന്നൊക്കെ പറഞ്ഞ മാതിരി ബോയിൽ പോയിൻ്റ് ദാറ്റ് ഈസ് എ ടെമ്പറേച്ചർ അറ്റ് വിച്ച് റിയൽ ഗ്യാസ് ഒബേ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ. ഇത് പറയുന്നതോട് ബുദ്ധിമുട്ടില്ലല്ലോ നിങ്ങൾക്ക്, ബാക്കി ഇല്ലെങ്കിലും പ്രശ്നമില്ല. അതായത് റിയൽ ഗ്യാസ് ഐഡിയൽ ഗ്യാസ് ഇക്വേഷനെ അനുസരിക്കുന്ന ടെമ്പറേച്ചറിന് പറയുന്ന പേരാണ് ബോയിൽ പോയിൻ്റ്. നന്നായി ഓർത്തിരിക്കുക. അടുത്ത 7ാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. ദി ക്രിറ്റിക്കൽ ടെമ്പറേച്ചർ ഓഫ് സം ഗ്യാസസ് ആർ ഗിവൺ ബിലോ. അല്ലേ? ഹൈഡ്രജൻ്റെ ക്രിറ്റിക്കൽ ടെമ്പറേച്ചർ തന്നാണ്, ഹീലിയത്തിൻ്റെ തന്നാണ്, ഓക്സിജൻ്റെ തന്നാണ്, നൈട്രജൻ്റെ തന്നുണ്ട്. എന്നിട്ട് ചോദിക്കുകയാണ്, ഈ ടേബിൾ നോക്കിയിട്ട് ഏതാണ് ആദ്യം ലിക്വിഡ് ആകുന്ന ആൾ ആരായിരിക്കും എന്നാണ് ചോദ്യം. അതിൻ്റെ ഉത്തരം ഓക്സിജനാണ്. കാരണം ക്രിറ്റിക്കൽ ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് ലിക്വിഫൈ ചെയ്യാൻ എളുപ്പമാകും. അപ്പോൾ ഇതിൽ ഓക്സിജനാണ് ഏറ്റവും കൂടുതൽ ക്രിറ്റിക്കൽ ടെമ്പറേച്ചർ ഉള്ളത്. അതുകൊണ്ട് ഓക്സിജനെ നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം തന്നെ ലിക്വിഡാക്കാം. ഓക്കെ, 10ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ആ ക്വസ്റ്റ്യനിൽ ശ്രദ്ധിച്ചാൽ അറിയാം, പ്രഷറും ടെമ്പറേച്ചറുമാണ് കൊടുത്തിരിക്കുന്നത്. പ്രഷറും ടെമ്പറേച്ചറും റിലേറ്റ് ചെയ്തുകൊണ്ടുള്ള ഗ്രാഫ് ഗേ-ലൂസാക്സ് ലോ ആണ്. ഓക്കെ, അടുത്ത 11ാമത്തെ, ഡിഫൈൻ നോർമൽ ബോയിലിംഗ് പോയിൻറ്റ്. ഒരു ലിക്വിഡിൻ്റെ നോർമൽ ബോയിലിംഗ് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് 1 atm പ്രഷറിൽ ഒരു ലിക്വിഡ് തിളക്കുന്ന
ടെമ്പറേച്ചറിന് പറയുന്ന പേരാണ് നോർമൽ ബോയിലിംഗ് പോയിൻറ്റ്. ഓക്കെ, അതിൽ ബി ക്വസ്റ്റ്യൻ നോക്കൂ. ഗിവ് എ റീസൺ ഫോർ ദി യൂസ് ഓഫ് പ്രഷർ കുക്കർ ടു കുക്ക് ഫുഡ് അറ്റ് ഹൈ ഓൾട്ടിറ്റ്യൂഡ്. ഉയർന്ന സ്ഥലങ്ങളിൽ പ്രഷർ കുക്കർ ഉപയോഗിച്ച് ഭക്ഷണം പാകം ചെയ്യാനുള്ള കാരണം എന്താണ്? ഉയർന്ന സ്ഥലങ്ങളിൽ അന്തരീക്ഷമർദ്ദം കുറവാണ്. അന്തരീക്ഷമർദ്ദം കുറവായതുകൊണ്ട് അവിടെ വെച്ച് ലിക്വിഡ് എന്ത് ചെയ്യും? തിളക്കുന്നത് ലോ ടെമ്പറേച്ചറിലായിരിക്കും. ലോ ടെമ്പറേച്ചറിൽ തിളക്കുമ്പോൾ ഭക്ഷണം വേവില്ല. ഇതൊഴിവാക്കാനാണ് അവിടെ വെച്ച് പ്രഷർ കുക്കർ ഉപയോഗിക്കുന്നത്. പ്രഷർ കുക്കർ ഉപയോഗിക്കുമ്പോൾ ഭക്ഷണം പെട്ടെന്ന് വേവും. ക്ലിയർ? ഉയർന്ന സ്ഥലങ്ങളിൽ അന്തരീക്ഷമർദ്ദം കുറവാണ്. അന്തരീക്ഷമർദ്ദം കുറവായതുകൊണ്ട് ദ്രാവകം കുറഞ്ഞ ടെമ്പറേച്ചറിൽ തന്നെ തിളക്കും. അങ്ങനെ ആകുമ്പോൾ ഭക്ഷണം വേവൂല. അതുകൊണ്ട് പ്രഷർ കുക്കർ ഉപയോഗിക്കും. പ്രഷർ കുക്കർ ഉപയോഗിക്കുമ്പോൾ അവിടെ അന്തരീക്ഷമർദ്ദം കൂടും. അന്തരീക്ഷമർദ്ദം കൂടുമ്പോൾ ബോയിലിംഗ് പോയിൻ്റ് കൂടും. അതുകൊണ്ട് ഭക്ഷണം വേഗം വെന്ത് കിട്ടും. ഓക്കെ, 2018 ഓഗസ്റ്റ് മാസം, അതായത് ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയാണ്, ചോദിച്ച ചോദ്യമാണ് കൈനറ്റിക് മോളിക്കുലാർ തിയറിയുടെ പോസ്റ്റുലേറ്റ്സ് പറയുക. 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. അതായത് ഗതിക സിദ്ധാന്തത്തിൻ്റെ പോസ്റ്റുലേറ്റ്സ് പറയുക. 2 പോയിൻ്റെങ്കിലും പ്രിയപ്പെട്ട മക്കളെ നിങ്ങൾ പഠിച്ചു വെക്കണം. ഒന്ന്, എവരി ഗ്യാസ് കണ്ടെയ്ൻ ലാർജ് നമ്പർ ഓഫ് മൈന്യൂട്ട് ആൻഡ് ഇലാസ്റ്റിക് പാർട്ടിക്കിൾ കോൾഡ് മോളിക്യൂൾസ്. നമുക്ക് വാതകം ഉണ്ടാക്കിയിരിക്കുന്നത് വളരെ ചെറിയ ഇലാസ്റ്റിക്കായ പാർട്ടിക്കിളിനെയാണ്. അതിനെ മോളിക്യൂൾ എന്ന് വിളിക്കാം. റെഡി? ദി ആക്ച്വൽ വോള്യൂം ഓഫ് ദി പാർട്ടിക്കിൾ ഈസ് നെഗ്ലിജിബിൾ ടു ദി വോള്യൂം ഓഫ് ഗ്യാസ്. ഗ്യാസിൻ്റെ വോള്യൂമായി കമ്പയർ ചെയ്യുമ്പോൾ ഒരു മോളിക്യൂളിൻ്റെ വോള്യത്തെ നമുക്ക് നെഗ്ലക്റ്റ് ചെയ്യാം. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, റിയൽ ഗ്യാസ് ഐഡിയൽ ഗ്യാസ് എന്ന് ഡീവിയേറ്റ് ചെയ്യാനുള്ള കാരണം പറഞ്ഞില്ലേ. ആ കാരണം പറഞ്ഞപ്പോൾ 2 തെറ്റായ അസംഷൻ ഉണ്ട് എന്ന് പറഞ്ഞല്ലോ. അത് പഠിച്ചു വെച്ചാൽ തന്നെ കൈനറ്റിക് തിയറിയുടെ പോയിൻ്റായി. ഏതാ ഒന്ന്? പാത്രത്തിൻ്റെ വോള്യവുമായി കമ്പയർ ചെയ്യുമ്പോൾ വാതക തന്മാത്രയുടെ വോള്യത്തെ നമുക്ക് അവഗണിക്കാം. നമ്പർ 2, വാതക തന്മാത്രകൾ തമ്മിൽ ആകർഷണ ബലമില്ല. പറഞ്ഞൂടെ? ഇനി വാതകത്തിൻ്റെ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് ടെമ്പറേച്ചറിന് നേരനുപാതത്തിലാണ്. ഇങ്ങനെ ഈ 3 പോയിൻ്റ് തൽക്കാലങ്ങൾ പഠിച്ചു വെച്ചോളി. എന്നാൽ തന്നെ മാർക്ക് കിട്ടും. 2018 ഓഗസ്റ്റ് ചോദിച്ച ചോദ്യമാണ്. ഈ വർഷം ചോദിക്കാൻ സാധ്യതയുണ്ട്, ശ്രദ്ധിക്കണം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ഡിറൈവ് ആൻ ഇക്വേഷൻ റിലേറ്റിംഗ് മോളാർ മാസ് ആൻഡ് ഇറ്റ്സ് ഡെൻസിറ്റി. നോക്ക്, ഐഡിയൽ ഗ്യാസിൻ്റെ മോളാർ മാസും ഡെൻസിറ്റിയും തമ്മിൽ ബന്ധപ്പെടുത്തുന്ന ഇക്വേഷൻ നമുക്കറിയാം. m=dRT/P ആണ്. അതെങ്ങനെ കിട്ടിയത്? ആ ഡെറിവേഷനാണ്. നോക്കൂ, PV = nRT ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ അറിയാലോ. N എന്ന് പറഞ്ഞാൽ W/m ആണ്. അതിലെ ഗിവൺ മാസ് ബൈ മോളാർ മാസ്. അത് ആ ഇക്വേഷനിൽ കൊടുത്തു. Nന് പകരം W/m കൊടുത്തു. റെഡി? ഇനി PVൻ്റെ അടുത്തുള്ള വീൻ അങ്ങോട്ട് കൊണ്ടുപോയി. അപ്പോൾ എന്തായി? WRT/mv എന്നായി. MVയിൽ W/v എന്ന് പറഞ്ഞാൽ മാസ് ബൈ വോള്യം എന്നാണ്. മാസ് ബൈ വോള്യത്തിന് നമുക്ക് എന്ത് കൊടുക്കാം? ഡെൻസിറ്റി എന്ന് കൊടുക്കാം. അപ്പോൾ മാസ് ബൈ വോള്യത്തിന്, അതായത് W/vക്ക് പകരം ഡെൻസിറ്റി എന്ന് കൊടുത്താൽ പിന്നെ അവിടെ എന്താ ഉള്ളത് നോക്കൂ. P = dRT/m ആവും. എമ്മിനെ ഇക്വേഷൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുവന്നു, P അപ്പുറത്തേക്കും പോയി. അപ്പോൾ m = dRT/P. ഓക്കെ, 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിരുന്നു. 9ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. മാർച്ച് മാസം 2018 ചോദിച്ച ചോദ്യമാണ് മെയിൻ പരീക്ഷയ്ക്ക്. കാൽക്കുലേറ്റ് ടോട്ടൽ പ്രഷർ ഇൻ എ മിക്സർ ഓഫ് 3.5 gram of dinitrogen and 16 gram of dioxin confined in a vessel of 2 decimeter cube at 27 degrees Celsius. ഇതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ അല്ലേ 2019 ചോദിച്ചത്, നമ്മളിപ്പോൾ ഇതിന് മുന്നേ ചെയ്തു. അതേപോലെ തന്നെയാണ്, ചെറിയ വാല്യൂസ് മാത്രമേ മാറ്റിയിട്ടുള്ളൂ. ആ ഗ്രാമിലെ ഗിവൺ മാസാണ് മാറ്റി. അപ്പോൾ ആദ്യം നമ്പർ ഓഫ് മോൾസ് കണ്ടു. 2 ഗ്യാസാണുള്ളത്. അതിൻ്റെ ടോട്ടൽ പ്രഷർ എന്ന് പറഞ്ഞാൽ N2 + NO2 × RT/V. അതിൽ വെച്ച് ചെയ്തു, ആൻസർ കിട്ടി 7.78 ബാർ. ശരിയല്ലേ നോക്കുക. ഇതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ അല്ലേ നേരത്തെ ചെയ്തതെന്നും കൂടെ നോക്കുക. ആ ചോദ്യം ചോദിച്ചപ്പോൾ അതിൻ്റെ കൂടെ ഡാൾട്ടൺസ് ലോ ഓഫ് പാർഷ്യൽ പ്രഷർ എന്താണെന്ന് കൂടെ ചോദിച്ചിട്ടുണ്ടെന്ന് മാത്രം. പക്ഷേ ഇവിടെ ആ ചോദ്യം വന്നിട്ടില്ല. ഇവിടെ നേരെ ഒരു പ്രോബ്ലമാണ് വന്നത്. ആ പ്രോബ്ലം വെച്ച് ചെയ്തത് നോക്കുക. ഓക്കെ അല്ലേ?
എന്തൊരു എളുപ്പമാണെന്ന് ആലോചിച്ച് നോക്കിയേ. അടുത്ത നോക്കൂ, ഒരു ഗ്രാഫ് തന്നിരിക്കുകയാണ്. ആ ഗ്രാഫ് തന്നിട്ട് ചോദിക്കുകയാണ് ഇത് ഏത് ലോയുടെ ഗ്രാഫാണ്. കൃത്യമാണ്, പ്രഷറും വോളിയം തമ്മിൽ റിലേറ്റ് ചെയ്യുന്ന ഗ്രാഫ് ബോയിൽസ് ലോ ആണ്. സംശയമില്ലല്ലോ. എന്താണ് ആ ലോ? പ്രഷർ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു വോളിയം. അപ്പോൾ അതുമായി. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ, അതായത് ബി, റൈറ്റ് ഡൗൺ ദി ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ആൻഡ് എക്സ്പ്ലെയിൻ ദി ടേം. ഏത് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ? പി വി ഈക്വൽ ടു NRT. അതിൽ ഓരോ ടേമും വിശദീകരിക്കുക. പി എന്താണ്, വി എന്താണ്, എൻ എന്താണ്, എല്ലാം അവിടെ കൊടുത്തിട്ടുണ്ട്. ഒക്കെ നേരത്തെ പറഞ്ഞതും കൂടിയാണ്. ഓക്കെ. 24ാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ, റിയൽ ഗ്യാസസ് ബിഹേവ് ഐഡിയലി ഓൺലി അറ്റ് സർട്ടൻ കണ്ടീഷൻ. വാട്ട് ഈസ് ബോയിൽ പോയിൻ്റ് ഓഫ് എ ഗ്യാസ്? നേരത്തെ പറഞ്ഞാണല്ലോ അത് ബോയിൽ പോയിൻ്റ് അല്ലേ? ഇത് റിപ്പീറ്റ് ചെയ്ത് വരുന്നത് കണ്ടോ? റൈറ്റ് ദി എക്സ്പ്രഷൻ ഫോർ കംപ്രസിബിലിറ്റി ഫാക്ടർ. കംപ്രസിബിലിറ്റി ഫാക്ടർ കാണാനുള്ള ഇക്വേഷൻ എന്താ? Z ഈക്വൽ ടു PV/NRT. വാട്ട് ഈസ് ഇറ്റ്സ് വാല്യൂ ഫോർ ആൻ ഐഡിയൽ ഗ്യാസ്? നേരത്തെ പറഞ്ഞല്ലേ, പറയൂ. ഐഡിയൽ ഗ്യാസിന് കംപ്രസിബിലിറ്റി ഫാക്ടർ ഈക്വൽ ടു 1. റിയൽ ഗ്യാസിനോ 1നേക്കാൾ കൂടാം, കുറയാം, 1 ആവാം. 3നും ചാൻസ് ഉണ്ട്. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കൂ, ഡെൻസിറ്റി ഓഫ് എ ഗ്യാസ് വാസ് ഫൗണ്ട് ടു ബി 5.5 gram per liter അറ്റ് 2 bar പ്രഷർ. ആ പ്രഷർ തന്നിട്ടുണ്ട്, അതുപോലെ ഡെൻസിറ്റിയും തന്നിട്ടുണ്ട്, മോളാർ മാസ് കാണണം. എന്തൊരു അത്ഭുതം എന്നാലും ചോദിക്കേ. 3 ക്വസ്റ്റ്യൻ ഇപ്പോൾ നമ്മൾ ഈ തൊട്ടടുത്തായിട്ട് വന്നു അല്ലേ? ഡെൻസിറ്റി കാണാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു? ഡെൻസിറ്റി ഈക്വൽ ടു PM/RT. അതിലാണ് കൊടുക്കുന്നേ. കൊടുത്തൂടെ? വാല്യൂ ചെയ്യാലോ. ഇക്വേഷൻ അതാ. ഡെൻസിറ്റി തന്നിട്ടുണ്ട്, മോളാർ മാസാണ് കാണേണ്ടത്. മോളാർ മാസ് കാണാനുള്ള ഇക്വേഷൻ DRT/P. ഇക്വേഷനിൽ കൊടുക്കുക. ഡെൻസിറ്റി തന്നിന്, R തന്നിന്, T തന്നിന്, P. വാല്യൂസ് അങ്ങനെയാണ് കൊടുത്തു. കണ്ടില്ലേ? സ്ക്രീനിൽ താഴത്ത് നോക്കുക, ഒക്കെ ചെയ്ത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഡെൻസിറ്റിയും മോളാർ മാസും റിലേറ്റ് ചെയ്ത ഒന്നുകിൽ അതിൻ്റെ ഡെറിവേഷൻ, അല്ലെങ്കിൽ ആ ഇക്വേഷൻ എഴുതാൻ ചോദിക്കുക, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പ്രോബ്ലം ചോദിച്ചിട്ടുണ്ട് എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കൂ, ഇൻ ദി സെൽഷ്യസ് സ്കെയിൽ മെൽറ്റിംഗ് പോയിൻ്റ് ഓഫ് ഐസ് ഈസ് 0 degree Celsius. അനദർ സ്കെയിൽ ഓഫ് ടെമ്പറേച്ചർ ഈസ് ബേസ്ഡ് ഓൺ ആബ്സല്യൂട്ട് 0. ആബ്സല്യൂട്ട് 0യെ ബേസ് ചെയ്തുകൊണ്ട് വേറെ സ്കെയിലുണ്ട്. ഐഡൻറ്റിഫൈ ദി സ്കെയിൽ. ഏതാണത്? കെൽവിൻ സ്കെയിലാണ്. വാട്ട് ഈസ് ദി വോളിയം ഓഫ് ഗ്യാസ് അറ്റ് ആബ്സല്യൂട്ട് 0? ഇതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ നേരത്തെ വന്നില്ലേ? ആബ്സല്യൂട്ട് 0യിൽ വോളിയം എത്ര ആയിരിക്കും? 0 ആയിരിക്കും. റെഡി? നേരത്തെ ചോദിച്ചെന്താ അറിയാം നിങ്ങൾക്ക്? വോളിയം 0 ആകുമ്പോൾ ടെമ്പറേച്ചർ എത്ര ആയിരിക്കും എന്നാണ് ചോദിച്ചത്. അപ്പോൾ നമ്മൾ 0 കെൽവിൻ എന്ന് പറഞ്ഞു. ഇവിടെ ഇപ്പോൾ പറഞ്ഞെന്താ അറിയാം? 0 കെൽവിനിൽ, അതായത് ആബ്സല്യൂട്ട് 0യിൽ വോളിയം എത്ര? വോളിയം 0 ആണ്. സി, ഡ്രോ എ ഗ്രാഫ് ഷോയിങ് ദി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വോളിയം ആൻഡ് ടെമ്പറേച്ചർ. വോളിയം ടെമ്പറേച്ചറും തമ്മിലുള്ള റിലേഷൻ ഡയറക്റ്റ് റിലേഷനാണ്. കണ്ടില്ലേ? ഗ്രാഫ് കണ്ടില്ലേ? ക്ലിയർ? അടുത്ത്, കൺസിഡർ എ ഗ്യാസ് അറ്റ് 0 degree Celsius. അറ്റ് വാട്ട് ടെമ്പറേച്ചർ വിൽ ബി ദി വോളിയം ബി ഡബിൾഡ് ഇഫ് ദി പ്രഷർ ഈസ് കെപ്റ്റ് കോൺസ്റ്റൻറ്റ്. അപ്പോൾ ആര് തമ്മിലാണ് ആ ഇക്വേഷൻ? ആ ക്വസ്റ്റ്യനിൽ ആര് തമ്മിലുള്ള റിലേഷനാണ് പറയുന്നത്? ക്വസ്റ്റ്യൻ കണ്ടാൽ തന്നെ മനസ്സിലായി, വോളിയവും ടെമ്പറേച്ചറുമാണ്. വോളിയവും ടെമ്പറേച്ചറും തമ്മിൽ റിലേറ്റ് ചെയ്ത ഇക്വേഷൻ ചാൾസ് ലോയുടെ ഇക്വേഷനാണ്. ഏതാണ് ഇക്വേഷൻ? V1/T1 ഈക്വൽ ടു V2/T2. അതായത് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് ആര് തമ്മിലാണ് റിലേഷൻ നോക്കുക. 0 degree Celsius പറയുമ്പോൾ അത് ടെമ്പറേച്ചറാണ്. വോളിയം എന്ന് പറയും V തന്നിട്ടുണ്ട്. അപ്പോൾ വിയും ടെമ്പറേച്ചറും തമ്മിലുള്ള റിലേഷൻ. അപ്പോൾ ചാൾസ് ലോയുടെ ഇക്വേഷൻ കൊടുത്തു. അവിടെ കൊടുത്തിട്ട് അതാ ചെയ്തിരിക്കുന്നു. നോക്കൂ, ടെമ്പറേച്ചറാണ് ചോദിച്ചത് അല്ലേ? ദെർഫോർ T2 ഈക്വൽ ടു V2 ഇൻറ്റു T1/T1, T1/V1. അതിൽ ഇക്വേഷൻ കൊടുത്തു. V2 എന്ന് പറഞ്ഞാൽ ആദ്യ വോള്യത്തിൻ്റെ ഡബിളാണ് എന്നാണ്. അപ്പോൾ ആദ്യ വോള്യത്തിന് നമ്മൾ തൽക്കാലം Z എന്ന് കൊടുത്തു. ബുദ്ധിമുട്ടില്ലല്ലോ. അപ്പോൾ V2 എന്ന് പറഞ്ഞാൽ 2Z ആവും. ആ വാല്യൂയിൽ കൊടുത്തു. അപ്പോൾ ഉത്തരം കിട്ടി. നല്ല ക്വസ്റ്റ്യനാണ്, ശ്രദ്ധിക്കാം. 14ാമത്തെ ക്വസ്റ്റ്യൻ, ഓൾഡ് ബിൽഡിങ്ങിൻ്റെ വിൻഡോ പാനലിൻ്റെ ഗ്ലാസ് അടിഭാഗം കട്ടിക്കൂടി വരുന്നു മുകളിനെ അപേക്ഷിച്ച്. എന്തുകൊണ്ട്? എന്താ കാര്യം എന്നറിയോ? ഗ്ലാസ് എന്ന് പറയുന്നത് ഒരു വിസ്കസ് ലിക്വിഡാണ്. ഗ്ലാസ് എന്ന് പറയുന്നത് ഒരു വിസ്കസ് ലിക്വിഡാണ്.
അപ്പോൾ കുത്തനെ വെച്ച് കഴിഞ്ഞാൽ മുകളിൽ നിന്ന് പതുക്കെ പതുക്കെ അതിങ്ങനെ ഫ്ലോ ചെയ്യുമ്പോൾ അടിഭാഗം ഇങ്ങനെ കട്ടി കൂടി വരും, മുകൾ ഭാഗം ഇങ്ങനെ കട്ടി കുറയും. എല്ലാം കൂടെ ഊരിച്ചാടി വെള്ളം കണ്ട് ഒഴുകി വരുന്നതിന് വരുന്നു എന്നല്ല പറയുന്നത്. വളരെ പതുക്കെ ഇങ്ങനെ സ്ലോ ആയിട്ട് ഇങ്ങനെ ഗ്രാജ്വലായിട്ട് ഇങ്ങനെ ഒഴുകി വരുന്നുണ്ട്, അടിഭാഗം കട്ടി കൂടുന്നു. അപ്പോൾ എന്താ ഉത്തരം? ഗ്ലാസ് ഈസ് എ വിസ്കസ് ലിക്വിഡ്. ബുദ്ധിമുട്ടില്ലല്ലോ. നെക്സ്റ്റ്, ഷാർപ്പ് ഗ്ലാസ് എഡ്ജ് ആർ ഹീറ്റഡ് ഫോർ മേക്കിംഗ് ദം സ്മൂത്ത്. ഷാർപ്പ് ഗ്ലാസിൻ്റെ എഡ്ജ് എന്ത് ചെയ്യുന്നു? ചൂടാക്കും. എന്തിനത്? സ്മൂത്താക്കാൻ വേണ്ടിയിട്ട്. നേരത്തെ ഇതേപോലെ ഫിനിഷിംഗ് ആക്കണതിൻ്റെ കാര്യം പറഞ്ഞില്ലേ, അതേപോലെ തന്നെ എന്താ ഫിനിഷിംഗ് ആക്കണ പറ്റി പറഞ്ഞത്? ചൂടാക്കിക്കൊണ്ട് ഗ്ലാസിൻ്റെ സർഫസ് പോറലേൽക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നല്ല സ്മൂത്താക്കാൻ വേണ്ടിയിട്ട് ഹീറ്റ് ചെയ്യും. എന്താണ് അവിടെ അപ്ലൈ ചെയ്തിരിക്കുന്ന ഫിനോമിനൻ? നേരത്തെ പറഞ്ഞില്ലേ എന്തായിരുന്നു? സർഫസ് ടെൻഷനായിരുന്നു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. മാക്സ്വെൽ ബോൾസ്മാൻ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റുകൾ ഒരു കാര്യം പറഞ്ഞിട്ട്, വാതകത്തിലെ തന്മാത്രകളുടെ സ്പീഡുകളെക്കുറിച്ചാണ് അവർ പറഞ്ഞത്. എല്ലാ വാതക തന്മാത്രകൾക്കും ഒരേ സ്പീഡല്ല. അദ്ദേഹം പറഞ്ഞൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മോസ്റ്റ് പ്രോബബിൾ വെലോസിറ്റി. അതായത് എന്താണെന്നറിയോ മോസ്റ്റ് പ്രോബബിൾ വെലോസിറ്റി? വാതകം എടുത്തിരിക്കുന്ന ഒരു പാത്രത്തിൽ ഒരു നിശ്ചിത വോള്യമുള്ള കുറേ ആളുകളുണ്ടാവും. അതാണ് മോസ്റ്റ് പ്രോബബിൾ വെലോസിറ്റി. വെലോസിറ്റി പൊസസ്ഡ് ബൈ മാക്സിമം നമ്പർ ഓഫ് ഗ്യാസ് മോളിക്യൂൾ. കൂടുതൽ ഗ്യാസ് മോളിക്യൂളും പൊസസ് ചെയ്യുന്ന വെലോസിറ്റിക്ക് പറയുന്ന പേരാണ് മോസ്റ്റ് പ്രോബബിൾ വെലോസിറ്റി. അടുത്തൊരു ക്വസ്റ്റ്യൻ. എന്താ ക്വസ്റ്റ്യൻ? അറ്റ് ദി സെയിം ടെമ്പറേച്ചർ വിച്ച് വിൽ മൂവ് ഫാസ്റ്റർ? നൈട്രജൻ ആണോ ക്ലോറിൻ ആണോ കൂടുതൽ സ്പീഡിൽ ഓടുക? അത് നമ്മൾ സ്പീഡ് നോക്കൽ മാസ് കുറഞ്ഞ ആളാരാ നോക്കും. നൈട്രജൻ്റെ മാസ്, ഒരു നൈട്രജൻ ആറ്റത്തിൻ്റെ മാസ് 14ആണ്. അപ്പോൾ 2 ആളുണ്ട്, N2 എന്നാണല്ലോ, അപ്പോൾ 28ആണ്. ക്ലോറിൻ്റെ ഒരാളെ മാസ് 35.5 ആണ്, 2 ആളുണ്ട്, അപ്പോൾ 71 വരും. ആരാ അപ്പോൾ നല്ല സ്പീഡ് ഉണ്ടാവുക? നൈട്രജനാണ്. ഓക്കെ, മാസ് ആർക്കാണോ കുറവ് അയാൾക്കായിരിക്കും സ്പീഡ് കൂടുതൽ. ഓക്കെ, നല്ല തടിച്ച ആളും തടി കുറഞ്ഞ ഒരാളും തമ്മിൽ ഓട്ട മത്സരം സംഘടിപ്പിച്ചാൽ തടി കുറഞ്ഞ ആളാണ് പൊതുവെ ജയിക്കുക. മറ്റവന് തടി കൊണ്ട് എന്ത് ചെയ്യില്ല, ഓടിയെത്താൻ സാധ്യത ഇല്ല. എല്ലാവരെക്കുറിച്ചും അല്ല പറഞ്ഞത്, എങ്കിൽ പോലും ഇവിടെ അതും ശ്രദ്ധിക്കുക. മാസ് കുറഞ്ഞ ആളായിരിക്കും തന്മാത്രകളിൽ സ്പീഡുള്ള ആൾ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ആൻ ഐഡിയൽ ഗ്യാസ് ഈസ് വൺ വിച്ച് ഒബേസ് ഗ്യാസ് ലോസ്. അതിലൊന്നാമത്തെ, ഡിറൈവ് ആൻ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ. പറഞ്ഞു തരേണ്ട ആവശ്യമുണ്ടോ? നേരത്തെ നമ്മൾ ഡിറൈവ് ചെയ്തതല്ലേ, PV = nRT. നല്ല ക്വസ്റ്റ്യനാണ്, 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. അറ്റ് 27 degrees Celsius ഗ്യാസ് വാസ് കംപ്രസ്ഡ് ടു ഹാഫ് ഓഫ് ഇറ്റ്സ് വോള്യം. അപ്പോൾ നമുക്ക് ടെമ്പറേച്ചർ തന്നിരിക്കുന്നു, വോള്യൂം തന്നിരിക്കുന്നു. ടു വാട്ട് ടെമ്പറേച്ചർ ഇറ്റ് മസ്റ്റ് ബി ഹീറ്റഡ് സോ ദാറ്റ് ഇറ്റ് വുഡ് ഓക്യുപ്പൈ ഡബിൾ ഇറ്റ്സ് ഒറിജിനൽ വോള്യം. അപ്പോൾ വോള്യവും ടെമ്പറേച്ചറും തമ്മിലുള്ള റിലേഷൻ. അപ്പോൾ ഇക്വേഷൻ ഇത് നമുക്ക് ബി നോക്കൂ. ലെറ്റ് ദി ഒറിജിനൽ വോള്യൂം ഓഫ് ഗ്യാസ് ഈസ് Z. T1 ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 27 degrees Celsius, അതായത് 300 Kelvin. V1 എന്ന് പറഞ്ഞാൽ എന്താവും? അവസാന വോള്യത്തിൻ്റെ പകുതിയാണ്. അവസാന വോള്യം എന്ന് പറഞ്ഞാൽ Z ആണ്. ഓക്കെ അല്ലേ? ആ Z-ൻ്റെ പകുതിയാണ് V1 ഉണ്ടാവുക. V2 എന്ന് പറഞ്ഞതോ? V2 എന്ന് പറഞ്ഞാൽ ആദ്യ വോള്യത്തിൻ്റെ ഇരട്ടി. അതിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, ആദ്യ വോള്യത്തിൻ്റെ ഇരട്ടി. അപ്പോൾ V2 എന്ന് പറഞ്ഞാൽ 2Z. T2 എത്രയെന്നാണ് ചോദ്യം. അപ്പോൾ T1 തന്നാണ്, V1 തന്നാണ്, V2 തന്നാണ്. T2 തന്നിട്ടില്ല. ഏതാ നമ്മളെ ഇക്വേഷൻ? ചാൾസ് ലോയുടെ ഇക്വേഷൻ. V1/T1 = V2/T2. അതിൽ കൊടുക്കുക. T2 ആണ് കാണേണ്ടത്. therefore T2 = V2 × T1/V1. അതിൽ ഇക്വേഷനിൽ കൊടുക്കുക. കൊടുത്തു കഴിഞ്ഞാൽ വി ഗെറ്റ് 1200 Kelvin. ക്ലിയർ? വേഗം പറഞ്ഞു പോവുകയാണ്. എവിടെയെങ്കിലും ഫ്ലോ കിട്ടണില്ല എങ്കിൽ എന്ത് ചെയ്താൽ മതി? ഒന്ന് പോസ് ചെയ്യുക. പോസ് ചെയ്തിട്ട്
വീണ്ടും ഒന്നുകൂടെ ഒന്ന് റിവേഴ്സ് അടിച്ചിട്ട് കേൾക്കുക. അടുത്ത അതിൽ സി, ലിക്വിഡ് ഡ്രോപ്പ് അസ്യൂം സ്ഫെറിക്കൽ ഷേപ്പ്. വൈ? ദ്രാവകത്തുള്ളി ഗോളാകൃതിയിലാവാൻ കാരണമെന്ത്? എന്താ ഇതിന് കാരണം? സർഫസ് ടെൻഷനാണ്. ഓക്കെ. 16ാമത്തെ ക്വസ്റ്റ്യനാണ്. ഗിവ് ദി നെയിം ഓഫ് മോഡിഫൈഡ് ഫോം ഓഫ് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ആൻഡ് റൈറ്റ് ഡൗൺ ഇറ്റ്. അതായത് ഐഡിയൽ ഗ്യാസ് ഇക്വേഷനെ മോഡിഫൈ ചെയ്ത ഇക്വേഷൻ്റെ പേരെന്താണ്? മറന്നുപോയോ? നേരത്തെ പറഞ്ഞില്ലേ, വാണ്ടർ വാൾസ് ഇക്വേഷൻ. അത് എഴുതുക. ഇക്വേഷൻ എഴുതാൻ കഴിയില്ലേ? എന്താ ഇക്വേഷൻ പറഞ്ഞോ? പി പ്ലസ് എ എൻ സ്ക്വയർ ബൈ വി സ്ക്വയർ ഇൻറ്റു വി മൈനസ് എൻ ബി ഈക്വൽ ടു എൻ ആർ ടി. റെഡി. നെയിം ദി ഫിനോമിനൻ ബിഹൈൻഡ് ക്ലീൻസിങ് ആക്ഷൻ ഓഫ് സോപ്പ്. അതായത് സോപ്പ് ക്ലീൻ ചെയ്യുന്നതിന് ഉപയോഗിക്കുന്നുണ്ടല്ലോ, ഗ്രീസൊക്കെ ഉണ്ടെങ്കിൽ, കൈമലൊക്കെ ഗ്രീസോ ഡ്രസ്സിലൊക്കെ ഗ്രീസ് ഉണ്ടെങ്കിൽ അത് കഴുകിക്കളയാൻ വേണ്ടിയിട്ട് നമ്മൾ സോപ്പ് ഉപയോഗിക്കും അല്ലേ? ഭക്ഷണം ബിരിയാണിയൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ കയ്യിലുള്ള നെയ്യ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് സോപ്പ് ചേർക്കും. ഇങ്ങനെ നെയ്യിനെ കളയുന്ന, ഗ്രീസിനെ കളയുന്ന സോപ്പിൻ്റെ ആക്ഷനെ പറയുന്ന പേരാണ് ക്ലീൻസിങ് ആക്ഷൻ. എന്താണ് ഈ ക്ലീൻസിങ് ആക്ഷൻ്റെ ഫിനോമിനൻ എന്നാണ് ക്വസ്റ്റ്യൻ. സർഫസ് ടെൻഷനാണ് ഉത്തരം. നന്നായി ഓർത്തിരിക്കണം, സർഫസ് ടെൻഷൻ. നെക്സ്റ്റ് അതിൽ സി, വാട്ട് ഡു യു നോ അബൌട്ട് ഡാൾട്ടൻസ് ലോ ഓഫ് പാർഷ്യൽ പ്രഷർ? അറിയില്ലേ? ഡാൾട്ടൻസ് ലോ ഓഫ് പാർഷ്യൽ പ്രഷർ നേരത്തെ നമ്മൾ ഡിഫൈൻ ചെയ്തതല്ലേ? അതായത് ഒരു മിക്സ്ചർ ഓഫ് നോൺ റിയാക്റ്റിംഗ് ഗ്യാസസിൻ്റെ ടോട്ടൽ പ്രഷർ എന്ന് പറയുന്നത് ഓരോ വാതകത്തിൻ്റെയും പ്രഷറുകൾ കൂട്ടിയതിന് തുല്യമാണ്. പി ടോട്ടൽ എന്ന് പറഞ്ഞാൽ P1 പ്ലസ് P2 പ്ലസ് P3 എക്സെട്രാ അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ ആൻഡ് വോള്യൂം. ആ ഇക്വേഷൻ എഴുതി വെച്ചാൽ തന്നെ മാർക്ക് കിട്ടും. നന്നായി ശ്രദ്ധിക്കണം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. കൈനറ്റിക് മോളിക്കുലാർ തിയറി provides a theoretical basis to experimentally observed fact related to gas. Which one of the following statement is correct with regard to gaseous state? അതായത് ഗതിക സിദ്ധാന്തം പഠിച്ചു വെച്ച ആളുകൾക്ക് ഇതിൽ ഏതാണ് കറക്റ്റ് ഏതാണ് തെറ്റ് എന്നറിയാൻ പറ്റുള്ളൂ. അപ്പോൾ വായിക്കുക. മോളിക്യൂൾസ് ആർ ഫിക്സഡ് പൊസിഷൻ, മോളിക്യൂൾസ് ആർ ഇൻ കോൺസ്റ്റൻറ്റ് റാൻഡം മോഷൻ. അതായത് ഒരു ഫിക്സഡ് സ്ഥലത്താണ് തന്മാത്രകൾ നിൽക്കുക എന്നാണ് ഒന്നാമത്തെ പോയിൻ്റ്. എന്ത് മനസ്സിലായി? ആ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണോ? ശരിയല്ല. മോളിക്യൂൾസ് ആർ ഇൻ കോൺസ്റ്റൻറ്റ് റാൻഡം മോഷൻ, ഫുൾ ടൈം ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്, അത് ശരിയാണ്. ഓൾ മോളിക്യൂൾസ് ഹാവ് സെയിം സ്പീഡ്, എല്ലാവർക്കും ഒരേ സ്പീഡല്ല. ചില സ്പീഡ് കൂടിയോല്, ചിലർ കുറഞ്ഞോല്, ചിലർ ആവറേജ് ഒക്കെ ഉണ്ടാവും. അടുത്തത്, ആവറേജ് കൈനറ്റിക് എനർജി ഓഫ് ഗ്യാസ് മോളിക്യൂൾ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ആബ്സല്യൂട്ട് ടെമ്പറേച്ചർ. ടെമ്പറേച്ചറിന് ഇൻവേഴ്സ് വിപരീത അനുപാതമാണ്. അങ്ങനെയല്ല, കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചറിന് നേരനുപാതത്തിലാണ്. അപ്പോൾ അത് തെറ്റാണ്. പിന്നെ അതിൽ ശരിയുള്ളത് ഏത് മാത്രമേ ഉള്ളൂ? അതിൽ രണ്ടാമത്തെ പോയിൻ്റാണ് മോളിക്യൂൾസ് ആർ ഇൻ കോൺസ്റ്റൻറ്റ് റാൻഡം മോഷൻ. മോളിക്യൂൾ എപ്പോഴും സ്ഥിരമായി ഓടിക്കൊണ്ടിരിക്കുകയാണ്. അടുത്തത്, എ സാമ്പിൾ ഓഫ് ഹൈഡ്രജൻ ഗ്യാസ് ഓക്യുപ്പൈസ് എ വോള്യം 300 ml അറ്റ് 1.2 bar pressure and 5 degrees Celsius. Calculate its volume at 0.45 and pressure and 70 degrees Celsius. 2015 ഒക്ടോബറിൽ ചോദിച്ച ചോദ്യം. ഇതിൽ പ്രഷറും ടെമ്പറേച്ചറും വോളിയം തന്നൊരു ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് കമ്പൈൻഡ് ഗ്യാസ് ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് ഈ പ്രോബ്ലം ചെയ്യണം. കമ്പൈൻഡ് ഗ്യാസ് ഇക്വേഷൻ P1 V1 ബൈ T1 ഈക്വൽ ടു P2 V2 ബൈ T2. അതിൽ കൊടുക്കുക, തന്നിരിക്കുന്ന വാല്യൂ കൊടുക്കുക, അതിൽ നിന്ന് തരാത്ത വാല്യൂ കണ്ടുപിടിക്കുക. ഓക്കെ, അങ്ങനെ കണ്ടുപിടിച്ചാൽ അതിൻ്റെ വാല്യൂ 920.8 ml എന്ന് കിട്ടും. ചെയ്ത് നോക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, ദി ഗ്യാസസ് വിച്ച് ഒബേ ഗ്യാസ് ലോസ് അറ്റ് ഓൾ ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ ആർ കോൾഡ് ഐഡിയൽ ഗ്യാസ്. ഗിവ് റീസൺ ഫോർ ദി ഡീവിയേഷൻ ഓഫ് റിയൽ ഗ്യാസ് ഫ്രം ഐഡിയൽ ബിഹേവിയർ. നേരത്തെ പറഞ്ഞല്ലേ, ഐഡിയൽ സ്വഭാവത്തിൽ നിന്ന് റിയൽ ഗ്യാസ് വ്യതിചലിക്കാനുള്ള കാരണമെന്ത്? 4 പ്രാവശ്യം ഈ ക്വസ്റ്റ്യൻ ഇപ്പം ഞാൻ ഡിസ്കസ് ചെയ്താലേ വന്നില്ലേ. ഇത് 2015 ചോദിച്ച ചോദ്യമാണ്. എന്താണ്? ഗതിക സിദ്ധാന്തത്തിലെ 2 തെറ്റായ നിഗമനങ്ങളാണ്. അതെന്തൊക്കെയാണെന്നും കൂടെ പറയാം.
അടുത്തത് കാൽക്കുലേറ്റ് ദി മിനിമം പ്രഷർ റിക്വയർഡ് ടു കംപ്രസ് 500 ml ഓഫ് എയർ അറ്റ് 1 atm പ്രഷർ ടു 300 ml അറ്റ് ദി സെയിം ടെമ്പറേച്ചർ. ആ ക്വസ്റ്റ്യൻ കണ്ടാൽ വളരെ വ്യക്തമായി പ്രഷറും വോള്യവും തമ്മിലാണ് റിലേഷൻ. അപ്പോൾ ഇക്വേഷൻ എന്താ? P1V1 ഈക്വൽ ടു P2V2. ആ ഇക്വേഷനിൽ തന്നിരിക്കുന്ന വാല്യൂ അപ്ലൈ ചെയ്യുക, എന്നിട്ട് അതിൽ നിന്ന് P2 കാൽക്കുലേറ്റ് ചെയ്യുക. കണ്ടല്ലോ, 1.67 atm എന്ന വാല്യൂ കിട്ടി. അടുത്ത ഒരു ഗ്രാഫ് തന്നിരിക്കുന്നു. ഈ ഗ്രാഫിൽ നിന്ന് ഏത് ഗ്യാസ് ലോ ആണ് ഈ ഗ്രാഫിൽ നിന്ന് മനസ്സിലാവുന്നതെന്ന്. ഇത് പ്രഷറും വോള്യമാണ്. ഏതാ ലോ? ഏത് ഗ്യാസ് ലോ ആണ്? ബോയിൽസ് ലോ ആണ്. സ്റ്റേറ്റ് ദി ഗ്യാസ് ലോ. ആ ഗ്യാസ് ലോ ഒന്ന് സ്റ്റേറ്റ് ചെയ്യുക. ബോയിൽസ് ലോ സ്റ്റേറ്റ് ചെയ്യാലോ. എന്താണ്? പ്രഷർ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു വോള്യം. ഓക്കെ. അടുത്ത അതിൽ സി. ഇത് നേരത്തെ ചോദിച്ച അതേപോലത്തെ ഒരു ക്വസ്റ്റ്യനാണ്, വീണ്ടും ആവർത്തിച്ചു എന്ന് മാത്രം. അടുത്ത അറ്റ് 35 degrees Celsius and 700 mm of mercury gas occupies 500 ml വോള്യം. എന്തൊരു അത്ഭുതം എന്നാലും ചോദിക്കുക. തൊട്ട് മുന്നത്തെ വർഷം ഇതേ ക്വസ്റ്റ്യൻ വന്നു. പ്രഷർ, ടെമ്പറേച്ചർ, വോള്യം, ഇത് മൂന്നും തന്നിരിക്കുന്നൊരു ക്വസ്റ്റ്യനാണ് 2014 ഓഗസ്റ്റിൽ. അപ്പോൾ ഇതൊരു കമ്പൈൻഡ് ഗ്യാസ് ഇക്വേഷനാണ് ഇവിടെ യൂസ് ചെയ്യേണ്ടത്. P1V1/T1 ഈക്വൽ ടു P2V2/T2. ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ അതിന് തന്നിരിക്കുന്ന ഡാറ്റ ഏതാ നോക്കുക. പ്രഷർ ഉണ്ടോ, ടെമ്പറേച്ചർ ഉണ്ടോ, വോള്യം ഉണ്ടോ? എങ്കിൽ ഉപയോഗിക്കേണ്ട ഇക്വേഷൻ കമ്പൈൻഡ് ഗ്യാസ് ഇക്വേഷൻ. അത് വെച്ച് ചെയ്തു. ആൻസർ അതാ കിട്ടിയിരിക്കുന്നു, 727.27. ശരിയാണോ എന്ന് ചെയ്ത് നോക്കി ഉറപ്പുവരുത്തുക. ഇതിലെ സി എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ നോക്കൂ. എ നിയോൺ ഡയോക്സിയൻ മിക്സർ കണ്ടെയ്ൻ. നിയോണും ഓക്സിജനും എടുത്തിരിക്കുന്ന ഒരു കണ്ടെയ്നറിൽ 70.6 ഗ്രാം ഓക്സിജനും 167.5 ഗ്രാം നിയോണുമുണ്ട്. ഇതിൻ്റെ ടോട്ടൽ പ്രഷർ എന്ന് പറയുന്നത് 25 ബാറാണ്. വാട്ട് ആർ ദ പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ ആൻഡ് നിയോൺ? പ്രത്യേകം ശ്രദ്ധിക്കണം, ടോട്ടൽ പ്രഷർ തന്നിട്ടുണ്ട്. ഇനി ഓരോരുത്തരെയും പ്രഷർ കാണണം. ഇത് ഡാൾട്ടൻസ് ലോയുമായി ബന്ധപ്പെട്ടാണ്. ഡാൾട്ടൻസ് ലോയിൽ പറയുന്നത് എന്താണ്? ടോട്ടൽ പ്രഷർ ഈക്വൽ ടു സം ഓഫ് പാർഷ്യൽ പ്രഷർ ഓഫ് ഇൻഡിവിജ്വൽ ഗ്യാസ്, അല്ലേ? ഇവിടെ ടോട്ടൽ പ്രഷർ ഈക്വൽ ടു പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ പ്ലസ് പാർഷ്യൽ പ്രഷർ ഓഫ് നിയോൺ ആണ്. അപ്പോൾ എന്ത് ചെയ്താൽ മതി? ഈ ടോട്ടൽ പ്രഷറിൽ നിന്ന് എന്ത് ചെയ്യുക? മറ്റുള്ളവരുടെ മോൾ ഫ്രാക്ഷൻ കണ്ട് ആ മോൾ ഫ്രാക്ഷനിൽ നിന്ന് പാർഷ്യൽ പ്രഷർ കണ്ട് എന്ത് ചെയ്യണം? പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജനും പാർഷ്യൽ പ്രഷർ ഓഫ് നിയോണും കണ്ടുപിടിക്കണം. ആ കണ്ടുപിടിക്കുന്ന മെത്തേഡ് അത് അവിടെ തന്നിരിക്കുന്നു. ഞാൻ വിശദീകരിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഒന്ന് നോക്കൂ. നിയോണിൻ്റെ കാണാൻ ഓക്സിജൻ്റെ കാണുക. ഓക്സിജൻ്റെ കണ്ടിട്ട് എന്ത് ചെയ്യാന്നറിയോ? ടോട്ടൽ പ്രഷറിൽ നിന്ന് ഓക്സിജൻ്റെ പാർഷ്യൽ പ്രഷർ കുറച്ചാൽ നിയോണിൻ്റെ പാർഷ്യൽ പ്രഷർ കിട്ടും. കണ്ടോ? ക്വസ്റ്റ്യൻ ആൻസർ ഇഷ്ടം പോലെ ഉണ്ട്. ഇതെല്ലാം ഡിസ്കസ് ചെയ്ത് ഓടിച്ചു വിടുന്നത് കൂടുതൽ പറഞ്ഞ് ബോറടിപ്പിക്കേണ്ടെന്ന് കരുതിയതുകൊണ്ടാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ, 22. വാണ്ടർവാൾസ് ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റ് എക്സ്പ്ലെയിൻ ബിഹേവിയർ ഓഫ് റിയൽ ഗ്യാസ്. അതായത് റിയൽ ഗ്യാസിൻ്റെ ബിഹേവിയർ പറയാനാണ് വാണ്ടർവാൾസ് ഇക്വേഷൻ. വാട്ട് ഡസ് വാണ്ടർവാൾസ് കോൺസ്റ്റൻറ്റ് എ ഇൻഡിക്കേറ്റ്? വാണ്ടർവാൾസ് കോൺസ്റ്റൻറ്റ് എന്ന് പറയുന്ന എയും ബിയും ഉണ്ട് ആ ഇക്വേഷനിൽ. എ ഉണ്ട്, ബി ഉണ്ട്. വാട്ട് ഈസ് എ എന്നാണ് ക്വസ്റ്റ്യൻ. എ എന്ന് പറഞ്ഞത് ദാറ്റ് റെപ്രസെൻറ്റ് അട്രാക്റ്റീവ് ഫോഴ്സിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു. അപ്പോൾ ഏതായാലും ചോദിക്കാൻ ഇനി അടുത്ത വർഷം ചോദിക്കുന്നത് ബി എന്താണെന്ന് ചോദിച്ചിട്ടാണ് ക്വസ്റ്റ്യൻ എങ്കിലോ. വാട്ട് ഈസ് ബി? ബി ഈസ് റെപ്രസെൻറ്റ് സൈസ് ഓഫ് മോളിക്യൂൾ, സൈസ് ഓഫ് ഗ്യാസ് മോളിക്യൂൾ. വാതക തന്മാത്രയുടെ സൈസിനെയാണ് ബി റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഓക്കെ. അടുത്ത് വാട്ട് ഈസ് ക്രിറ്റിക്കൽ ടെമ്പറേച്ചർ ഓഫ് ഗ്യാസ്? ഒരു വാതകത്തിൻ്റെ ക്രിറ്റിക്കൽ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ദി ടെമ്പറേച്ചർ ബിലോ വിച്ച് എ ഗ്യാസ് ക്യാൻ ബി ലിക്വിഫൈഡ്. അതായത് ഒരു പ്രത്യേക ടെമ്പറേച്ചറിന് താഴെ വെച്ച് ആ ഗ്യാസിനെ ലിക്വിഡാക്കാൻ പറ്റുന്നുവെങ്കിൽ അതിനാണ് ക്രിറ്റിക്കൽ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. ഒരു പ്രത്യേക ടെമ്പറേച്ചറിന് താഴെ വെച്ച് വാതകത്തെ ദ്രാവകമാക്കാൻ പറ്റുന്നെങ്കിൽ ആ ടെമ്പറേച്ചറിൻ്റെ പേരാണ് ക്രിറ്റിക്കൽ ടെമ്പറേച്ചർ. അടുത്ത ക്വസ്റ്റ്യൻ,
at 25 degrees Celsius and 760 mm of mercury pressure. A gas occupies 600 ml വോള്യം. എന്തൊരു അത്ഭുതമാണ് മക്കളെ ഇത്. നോക്കൂ, റിപ്പീറ്റഡായി 4ാമത്തെ ക്വസ്റ്റ്യനാണിത്. ടെമ്പറേച്ചർ തന്നിരിക്കുന്നു, പ്രഷർ തന്നിരിക്കുന്നു, വോള്യം തന്നിരിക്കുന്നു. കമ്പൈൻഡ് ഗ്യാസ് ഇക്വേഷൻ യൂസ് ചെയ്യണം. P1 V1 ഈക്വൽ ബൈ T1 ഈക്വൽ ടു P2 V2 ബൈ T2. അതിൽ അപ്ലൈ ചെയ്തു, അതിൽ നിന്ന് P2 കാൽക്കുലേറ്റ് ചെയ്തു. അടുത്ത്, വാട്ട് ഈസ് തെർമോഡൈനാമിക് സ്കെയിൽ ഓഫ് ടെമ്പറേച്ചർ? തെർമോഡൈനാമിക് സ്കെയിൽ ഓഫ് ടെമ്പറേച്ചർ എന്നറിയപ്പെടുന്നത് കെൽവിൻ സ്കെയിലാണ്. ഓക്കെ. അടുത്ത ബി, വിസ്കോസിറ്റി ഓഫ് ലിക്വിഡ് ഡിക്രീസസ് ആറ്റ് ടെമ്പറേച്ചർ ഇൻക്രീസസ്. ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് വിസ്കോസിറ്റി കുറയുന്നു. എന്തുകൊണ്ട്? നിങ്ങൾക്കറിയാം, വെളിച്ചെണ്ണൊക്കെ തണുപ്പ് കാലത്ത് ഇങ്ങനെ കട്ടിയായിട്ട് നിൽക്കും. ആ വിസ്കോസിറ്റി വളരെ കൂടുതലായിരിക്കും. ചൂടാക്കിയാൽ കട്ടിയൊക്കെ പോവും, അതിങ്ങനെ ഉരുകിയാണ് വരും, വിസ്കോസിറ്റി കുറയും. വെളിച്ചെണ്ണ ചൂടാക്കുമ്പോൾ വിസ്കോസിറ്റി കുറയും. എന്താ കാരണം? ഹൈ ടെമ്പറേച്ചർ വരുമ്പോൾ മോളിക്യൂൾസിന് കൈനറ്റിക് എനർജി കിട്ടുന്നു. അതിൻ്റെ ഫലമായി ആകർഷണബലം കുറയുന്നു. തണുപ്പ് സമയത്ത് വെളിച്ചെണ്ണ കട്ടിയായിട്ട് നിൽക്കും. ചൂടാക്കുമ്പോൾ വെളിച്ചെണ്ണയുടെ തന്മാത്രക്ക് കൈനറ്റിക് എനർജി കിട്ടും, ഗതികോർജം കിട്ടും. അതിൻ്റെ ഫലമായി അവർ തമ്മിലുള്ള ആകർഷണ ബലം കുറയുന്നു. അങ്ങനെ ആകുമ്പോൾ അത് ചലിക്കുന്നു, വിസ്കോസിറ്റി കുറയുന്നു. ഓർത്തിരിക്കുക. അടുത്തത്, ഗ്യാസസ് ഡീവിയേറ്റ് ഫ്രം ഐഡിയൽ ബിഹേവിയർ ഡ്യൂ ടു ഫാൾട്ടി അസംഷൻസ് ഓഫ് കൈനറ്റിക് തിയറി. കൈനറ്റിക് തിയറിയുടെ തെറ്റായ അസംഷൻ കൊണ്ടാണ് റിയൽ ഗ്യാസ് ഐഡിയൽ ബിഹേവിയറിൽ നിന്ന് വ്യതിചലിക്കുന്നത്. ഏതൊക്കെയാണ് ആ തെറ്റായ അസംഷൻസ്? എത്ര പ്രാവശ്യം പറഞ്ഞു? വെരി വെരി ഇമ്പോർട്ടൻറ്റ് മക്കളെ, പഠിച്ചോളി. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. ദി കോമ്പിനേഷൻ ഓഫ് ബോയിൽസ് ലോ, ചാൾസ് ലോ ആൻഡ് അവോഗാഡ്രോസ് ലോ വി ഗെറ്റ് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ. നമ്മൾ നേരത്തെ ഡിറൈവ് ചെയ്തതാണ് അല്ലേ? ഈ 3 ലോയും കൂടെ കൂട്ടിയിട്ട് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ഉണ്ടാക്കിയില്ലേ? ആ ഡെറിവേഷൻ വേറെ ക്വസ്റ്റ്യനായിട്ട് വന്നിട്ടുണ്ടല്ലോ, കണ്ടില്ലേ? ബട്ട് റിയൽ ഗ്യാസസ് ഡീവിയേറ്റ് ഫ്രം ഐഡിയൽ ബിഹേവിയർ. എന്നാൽ റിയൽ ഗ്യാസ് ഡീവിയേറ്റ് ഫ്രം ഐഡിയൽ ബിഹേവിയർ. റൈറ്റ് ദി മോഡിഫൈഡ് ഗ്യാസ് ലോ ഇക്വേഷൻ. ഏതാണ് മോഡിഫൈഡ് ഗ്യാസ് ഇക്വേഷൻ? വാണ്ടർവാൾസ് ഇക്വേഷൻ. അത് എഴുതുക എന്നാണ് പറഞ്ഞത്. വാണ്ടർവാൾസ് ഇക്വേഷൻ എഴുതുക. P+n²A/v² × v - nb = nRT. റെഡി? നെയിം ദി എബോ ഇക്വേഷൻ. ദാറ്റ് ഇസ് വാണ്ടർവാൾസ് ഇക്വേഷൻ. അതിൽ ബി, ഗിവ് ദ റീസൺ ഫോർ ദി ഫോളോയിങ്. അറ്റ് ഹിൽ സ്റ്റേഷൻ പ്രഷർ കുക്കർ ഈസ് യൂസ്ഡ് ഫോർ കുക്കിംഗ്. ഭക്ഷണം പാകം ചെയ്യാൻ, കുക്കിങ്ങിന് പ്രഷർ കുക്കർ ഉപയോഗിക്കുന്നു. കാരണം മനസ്സിലായില്ലേ? നേരത്തെ പറഞ്ഞതിൽ ഉത്തരം. അടുത്ത, വിൻഡോ പാൻ ഓഫ് ഓൾഡ് ബിൽഡിംഗ് ബിക്കം തിക്കർ. എന്തുകൊണ്ടാണ്? ഗ്ലാസ് ഒരു ഹൈലി വിസ്കസ് ആയ ലിക്വിഡാണ്. അത് കുത്തനെ വെക്കുമ്പോൾ മുകളിൽ നിന്ന് താഴോട്ട് പതുക്കെ പതുക്കെ ഫ്ലോ ചെയ്യും. അങ്ങനെ ആകുമ്പോൾ അടിഭാഗം കട്ടി കൂടി വരും. ഓക്കെ. 26-ാമത്തേലിയെ നെയിം ദി ഗ്യാസ് ലോ വിച്ച് ഗിവ് റിലേഷൻ ബിറ്റ്വീൻ പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ ഓഫ് എ ഫിക്സഡ് എമൗണ്ട് ഓഫ് ഗ്യാസ് അറ്റ് കോൺസ്റ്റൻറ്റ് വോള്യം. ഏതാണത്? പ്രഷറും ടെമ്പറേച്ചറും തമ്മിൽ ബന്ധപ്പെടുത്തിയ ലോ ഏതാണ്? ഗേ-ലൂസാക്സ് ലോ. ഓക്കെ. അടുത്ത്, ഡ്രോ ദി ഗ്രാഫ് ടു ഇല്ലുസ്ട്രേറ്റ് ദി എബോവ് ഗ്യാസ് ലോ. പ്രഷറും ടെമ്പറേച്ചറും റിലേറ്റ് ചെയ്യണ ഗ്രാഫ് അതാ ബി, അവിടെ വരച്ച് കാണുന്നുണ്ടല്ലേ? അടുത്ത സി, എ ഡെഫിനറ്റ് ക്വാണ്ടിറ്റി ഓഫ് ഐഡിയൽ ഗ്യാസ് ഈസ് കൺഫൈൻഡ് ഇൻ എ കണ്ടെയ്നർ ഓഫ് കോൺസ്റ്റൻറ്റ് വോള്യം. വെൻ ദി കണ്ടെയ്നർ ഈസ് ഇമ്മേഴ്സ്ഡ് ഇൻ എ ബാത്ത് ഓഫ് മെൽറ്റിംഗ് ഐസ്, ദി പ്രഷർ ഓഫ് ദി ഗ്യാസ് ഈസ് 800 mm ഓഫ് മെർക്കുറി. ഫൈൻഡ് ദി ടെമ്പറേച്ചർ വെൻ ദി ഗ്യാസ് പ്രഷർ ഈസ് 400 mm ഓഫ് മെർക്കുറി. ഈ ക്വസ്റ്റ്യനിൽ 2 പ്രഷർ തന്നിരിക്കുന്നു. P1 800 mm, P2 400 mm. ടെമ്പറേച്ചർ T1 തന്നിരിക്കുന്നു 0 ഡിഗ്രി സെൽഷ്യസ്. ഡയറക്റ്റായിട്ട് 0 ഡിഗ്രി സെൽഷ്യസ് എന്ന് തന്നിട്ടില്ല, മെൽറ്റിംഗ് ഐസ് എന്നാണ് തന്നിരിക്കുന്നത്. അതായത് 0 ഡിഗ്രി സെൽഷ്യസ്. ഐസ് ഉരുകുന്നത് 0 ഡിഗ്രി സെൽഷ്യസ്. ക്ലിയർ? ദാറ്റ് ഈസ് 273 കെൽവിൻ. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് T2? ഇക്വേഷൻ ഏതാ? P1/T1 = P2/T2. ഏതാ ഇക്വേഷൻ? ഗേ-ലൂസാക്സ് ലോയുടെ ഇക്വേഷൻ. അതിൽ നിന്ന് നമുക്ക് എന്ത് കാണാം? T2 കാണാം. T2 കണ്ടിരിക്കുന്നു 136.5. അടുത്ത ക്വസ്റ്റ്യൻ, 3 ഗ്രാഫ് അവിടെ തന്നിരിക്കുന്നു. വിച്ച് ഗ്യാസ് ലോ ഈസ് ഇല്ലുസ്ട്രേറ്റഡ് ബൈ ദീസ് ഡയഗ്രാം? ഈ 3 ഡയഗ്രാം ഇല്ലുസ്ട്രേറ്റ് ചെയ്യുന്നത് ഏത് ലോ ആണ്? നിങ്ങൾ ഉറക്കിൽ പോലും പറയുന്ന ഉത്തരം
അല്ലേ? ബോയിൽസ് ലോ, അതായത് പ്രഷറും വോളിയവും തമ്മിലാണ് ബന്ധം. ഡ്രോ ദി ഡയഗ്രാം വെൻ പി വി ഈസ് പ്ലോട്ടഡ് അഗെയിൻസ്റ്റ് പി. അപ്പോൾ നോക്കൂ നിങ്ങൾ, ബോയിൽസ് ലോയുടെ ഗ്രാഫ് നമ്മൾ ആദ്യം പഠിപ്പിച്ചു. ആ ഗ്രാഫ് നോക്കുക, അതിൽ പറഞ്ഞ ഗ്രാഫാണിത്. പി വി കോൺസ്റ്റൻ്റ് ആകും എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ പി വി വൈ ആക്സിസിലും പി എക്സ് ആക്സിസിലും കൊടുത്തുകൊണ്ട് ഗ്രാഫ് അതാ കിട്ടിയിരിക്കുന്നു. റെഡി. സി ആൻ എയർ ഫിൽഡ് ബലൂൺ, ഗ്യാസ് നിറച്ച എയർ നിറച്ച ബലൂൺ, അതിൻ്റെ വോള്യം 125 ലിറ്റർ ഉണ്ട്. എപ്പോൾ? അറ്റ് 760 mm ഓഫ് മെർക്കുറി ആൻഡ് 25 ഡിഗ്രി സെൽഷ്യസ്. വാട്ട് എ വണ്ടർഫുൾ ക്വസ്റ്റ്യൻ. എത്ര സമയമാണ് ഇത് റിപ്പീറ്റ് ചെയ്ത് വന്നത്? ഇതാ ഇവിടെയും വോള്യം തന്നിരിക്കുന്നു, ടെമ്പറേച്ചർ തന്നിരിക്കുന്നു, പ്രഷർ തന്നിരിക്കുന്നു. ഓക്കെ, കമ്പൈൻഡ് ഗ്യാസ് ഇക്വേഷൻ വേണം. അത് വെച്ചുകൊണ്ട് നമ്മൾ ചെയ്തിരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, റൈറ്റ് ദി ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ആൻഡ് മെൻഷൻ ദി ടേം. സെപ്റ്റംബർ 2010 ക്വസ്റ്റ്യനാണ്. പി വി ഈക്വൽ ടു എൻ ആർ ടി. അതിൽ പ്രഷർ എന്താണ്, വോളിയം എന്താണ്, ടെമ്പറേച്ചർ, അതുപോലെ ആർ എൻ, ഇതൊക്കെ വിശദീകരിക്കുക. എല്ലാവരും വിശദീകരിച്ചിട്ട് വേണമെങ്കിൽ നോക്കിക്കോളൂ. വൈ ഡു റിയൽ ഗ്യാസസ് ഡീവിയേറ്റ് ഫ്രം ഐഡിയൽ ബിഹേവിയർ? എന്തുകൊണ്ടാണ് റിയൽ ഗ്യാസ് ഐഡിയൽ ബിഹേവിയറിൽ നിന്ന് വ്യതിചലിക്കുന്നത്? ഇനി പറയണോ? 2 തെറ്റായ നിഗമനങ്ങൾ കൈനറ്റിക് തിയറിയുടെ. അടുത്തത്, വാട്ട് ആർ ദി കണ്ടീഷൻസ് അണ്ടർ വിച്ച് റിയൽ ഗ്യാസസ് അപ്രോച്ച് ഐഡിയൽ ബിഹേവിയർ? റിയൽ ഗ്യാസ് എപ്പോഴാണ് ഐഡിയൽ ബിഹേവിയർ കാണിക്കുന്നത്? എപ്പോഴാണ്? പറഞ്ഞോളൂ. ലോ പ്രഷറിലും ഹൈ ടെമ്പറേച്ചറിലും. ഓക്കെ, നേർവിപരീതമായൊരു ചോദ്യമുണ്ട് അല്ലേ? എപ്പോഴാണ് ഡീവിയേറ്റ് ചെയ്യുക? അപ്പോൾ നമ്മൾ പറയാം ഹൈ പ്രഷറിലും ലോ ടെമ്പറേച്ചറിലും. ഓർത്തിരിക്കണം മക്കളെ, അത്രയും പ്രധാനമാണ്. അടുത്ത്, ദി തിയറി ദാറ്റ് അറ്റംപ്റ്റ് ടു എക്സ്പ്ലെയിൻ ദി ബിഹേവിയർ ഓഫ് ഗ്യാസസ് ഈസ് നോൺ ആസ് കൈനറ്റിക് മോളിക്കുലാർ തിയറി. ഓൺ ദി ബേസിസ് ഓഫ് ദിസ് തിയറി എക്സ്പ്ലെയിൻ ദി compressible nature of gases and temperature dependence of kinetic energy. പ്രത്യേകം ശ്രദ്ധിക്കണം. According to kinetic molecular theory, gas molecules are point masses and there is a large space between them. So gases are highly compressible. അതായത് വാതക തന്മാത്രകൾക്കിടയിൽ ഇഷ്ടം പോലെ വാക്കൻറ്റ് സ്പേസ് ഉണ്ട്. അതുകൊണ്ടാണ് ഹൈലി കംപ്രസിബിൾ എന്ന് ഗ്യാസിനെ കുറിച്ച് പറയുന്നത് അല്ലേ? ബലൂണിൽ ഗ്യാസ് നിറച്ചതിന് ശേഷം നമ്മളിങ്ങനെ പ്രസ് ചെയ്താൽ അത് ചുരുങ്ങുന്നുണ്ട്. ഹൈലി കംപ്രസിബിളാണ്. എന്തുകൊണ്ട്? ഗ്യാസ് മോളിക്യൂളിനിടയിൽ കുറേ വാക്കൻറ്റ് സ്പേസ് ഉണ്ട്. അതുതന്നെയാണ് കാരണം. 30 ബി, ലിക്വിഡ് ഡ്രോപ്പ് അസ്യൂം സ്ഫെറിക്കൽ ഷേപ്പ്. വൈ? ദ്രാവകത്തുള്ളി ഗോളാകൃതിയിൽ നിൽക്കുന്നു. എന്തുകൊണ്ട്? എന്താ കാരണം? സർഫസ് ടെൻഷൻ കൊണ്ട്. അടുത്തത്, ഹൗ ഡസ് ടെമ്പറേച്ചർ ഇൻഫ്ലുവൻസ് വിസ്കോസിറ്റി ഓഫ് എ ലിക്വിഡ്? ഒരു ദ്രാവകത്തിൻ്റെ വിസ്കോസിറ്റിയെ ടെമ്പറേച്ചർ എങ്ങനെയാണ് സ്വാധീനിക്കുന്നത്? ടെമ്പറേച്ചർ കൂടുമ്പോൾ വിസ്കോസിറ്റി കുറയും. നേരത്തെ ഞാൻ വെളിച്ചെണ്ണയുടെ കഥ പറഞ്ഞു. ഓക്കെ, അടുത്തത് 31, മെർക്കുറി ഡ്രോപ്സ് ആർ സ്ഫെറിക്കൽ ഇൻ ഷേപ്പ്. വിച്ച് പ്രോപ്പർട്ടി ഈസ് റെസ്പോൺസിബിൾ ഫോർ ദി സ്ഫെറിക്കൽ ഷേപ്പ് ഓഫ് ഡ്രോപ്സ്? Surface tension. Again, repeat this question. How does the above property depend on temperature? സർഫസ് ടെൻഷനും ടെമ്പറേച്ചറും തമ്മിലുള്ള ബന്ധം എന്താണ്? ഓക്കെ, when temperature increases, what happened? Attractive force decreases. ടെമ്പറേച്ചറിന് കൂടിയാൽ ചൂട് ഇങ്ങോട്ട് എടുത്താൽ നമ്മളൊക്കെ ഇങ്ങനെ അകന്നു നിൽക്കൂലേ? അതേപോലെ തന്മാത്രകളും അകന്നു നിൽക്കും. അതുകൊണ്ട് സർഫസ് ടെൻഷനും കുറയും. ഓക്കെ, ടെമ്പറേച്ചർ കൂടുമ്പോൾ അട്രാക്റ്റീവ് ഫോഴ്സ് ബിറ്റ്വീൻ മോളിക്യൂൾ കുറയുന്നു. അതിൻ്റെ ഫലമായി സർഫസ് ടെൻഷനും കുറയുന്നു. ഓക്കെ, ഈ ക്വസ്റ്റ്യനും നേരത്തെ തുടക്കത്തിൽ ഈ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്നതിൻ്റെ മുന്നേ പറഞ്ഞ പ്രധാന പോയിൻറ്റ്സുകളും മക്കളെ നിങ്ങളൊന്ന് ഓർത്തിരുന്നാൽ തീർച്ചയായും ഈ ചാപ്റ്ററിൽ നിന്ന് 4 മാർക്ക് നിങ്ങൾക്ക് ലഭിക്കും. അങ്ങനെയാകുമ്പോൾ ഈ പരീക്ഷയിൽ നിങ്ങളുടെ വിജയം നിർണ്ണയിക്കുക മാത്രമല്ല, നിങ്ങളുടെ ഗ്രേഡ് ഉയർത്തുന്നതിൽ ഈ ചാപ്റ്റർ മുഖ്യ പങ്ക് വഹിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും വിജയാശംസകൾ നേരുകയാണ്. കോവിഡിൻ്റെ പ്രതിസന്ധി കൊണ്ട് ക്ലാസ്സുകൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ച ഭാഗങ്ങളൊക്കെ മറന്നു പോയിട്ടുണ്ടാവും പലരും. അതോർക്കാൻ ഈ വീഡിയോ നിങ്ങൾ ഉപയോഗപ്പെടുത്തണം. 1-2 പ്രാവശ്യം തുടർച്ചയായിട്ട് കേൾക്കുക. കുറച്ച് സ്പീഡിലാണ് ഞാൻ ചില ക്ലാസ്സുകളൊക്കെ എടുത്തത്.
ചില ക്വസ്റ്റ്യനൊക്കെ ആൻസർ ചെയ്യിപ്പിച്ചത്. ആ ക്വസ്റ്റ്യനൊക്കെ ഒന്നും കൂടെ നിങ്ങൾ വീഡിയോ പിന്നോട്ട് കൊണ്ടുപോയി അതൊന്നുകൂടെ കേൾക്കുക, റിപ്പീറ്റ് ചെയ്ത് കേൾക്കുക, പഠിക്കുക, ചെയ്ത് നോക്കുക, പേപ്പറിൽ 1-2 പ്രാവശ്യം ചെയ്യുക. അങ്ങനെ ചെയ്ത് അതൊരു പ്രാക്ടീസ് ആവുക. തീർച്ചയായും നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്ത, ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യനുകളിൽ 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ വരുമെന്ന കാര്യം തീർച്ചയാണ്. ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക്, ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷ എഴുതാൻ തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് അയച്ചു കൊടുക്കുക. പ്രിയപ്പെട്ട മക്കളെ, കുറച്ച് സ്പീഡിലാണ് ഞാൻ ക്ലാസ്സുകൾ എടുത്തത്, ക്വസ്റ്റ്യൻ ഡിസ്കഷൻ നടത്തിയത്. അതുകൊണ്ട് വല്ല സംശയങ്ങളും ഉണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് അയക്കുക. കൂടുതൽ വിശദീകരണം ആവശ്യമാണെങ്കിൽ പറഞ്ഞു തരാം എന്നും കൂടെ അറിയിക്കുകയാണ്. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെ സബ്സ്ക്രൈബ് ചെയ്താൽ തുടർന്നുള്ള വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ സമയാസമയം നിങ്ങൾക്ക് ലഭിക്കുകയും ക്ലാസ്സുകൾ ആ സമയത്ത് തന്നെ കേൾക്കുകയും ചെയ്യാൻ പറ്റും. ഏതായാലും എല്ലാവർക്കും ഒരിക്കൽ കൂടെ വിജയാശംസകൾ നേർന്നുകൊണ്ട് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുന്നു. ഓക്കെ, താങ്ക് യു. കീപ്പ് ഇൻ ടച്ച്.